ആദ്യമായി തന്നെ അമ്മ മാധവനും തിരുകുമാരനും 1000 നന്ദി. എൻ്റെ പേര് ജോൺ സെബാസ്റ്റ്യൻ. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് മേരീര എന്ന ഇടവകയിൽ വരുന്നു. ആദ്യമായി തന്നെ എന്നെ ഇവിടെ ഈ അമ്മയുടെയും ഈശോയുടെ ഇത്രയും അടുത്ത് നിന്ന് സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന് 1000 നന്ദി. ഞാൻ ഒരുപാട് ഈ അവസരത്തിന് വേണ്ടി കൊതിച്ചിട്ടുണ്ട്. ഞാൻ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും ഏറ്റവും അവസാനം ഏറ്റവും ആദ്യം പ്രാർത്ഥിക്കുന്നത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ കസിൻ മരണപ്പെടുകയുണ്ടായി. കസിൻ എന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോകും. കാരണം അവനെൻ്റെ പാതി തന്നെയാണ്. 24 ദിവസം വ്യത്യാസമുള്ളൂ. എൻ്റെ പേപ്പൻ്റെ മോനാണ്. ഞങ്ങൾ ഒരു ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച് വളർന്നതാണ്. +2 പഠിക്കുമ്പോൾ അവന് പെട്ടെന്നൊരു പനി വന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിൽ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് 2 ദിവസം വരാതായപ്പോൾ വീണ്ടും ചെന്നപ്പോൾ വീട്ടിൽ മൊത്തം അടച്ചിയൊക്കെ കാണും. ഞങ്ങളോട് ആരോടും പറഞ്ഞില്ല. എന്നിട്ട് പിന്നെ വേറൊരു പേപ്പർ വഴിയാണ് അറിഞ്ഞത് അവനിങ്ങനെ ബ്ലഡ് ക്യാൻസറാണ്. ഞങ്ങൾ അത് കേട്ടപ്പോൾ എന്താ പറയുക, നമ്മൾ അടുത്തൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ ക്ലാസ്സിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ ഈ ക്യാൻസർ എന്ന് പറയുന്നത്. അതൊക്കെ ഞങ്ങൾക്ക് ആദ്യമായിട്ടായിരുന്നു. ഞങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണ്ടായിരുന്നില്ല. പക്ഷേ അപ്പോഴും പറയണുണ്ട് 99% അവൻ്റെ ഇതിൽ കയറിയിട്ട് 1 മാസമായിട്ടുള്ളൂ. അതൊന്ന് 99% ഗ്യാരണ്ടി ആണെന്ന് ഡോക്ടർ ഉറപ്പ് നൽകിയെന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണുണ്ടായിരുന്നില്ല. അങ്ങനെ ലാസ്റ്റ് അവന് പക്ഷേ കുറേ കീമോസും തെറാപ്പീസും എല്ലാം ചെയ്ത് പയ്യെ റെഡിയായി. ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവന് മുടിയൊക്കെ വന്നു, പുറത്തിറങ്ങാറായി. അങ്ങനെ ഞാനും അവൻ്റെ മമ്മിയും കുറേ കഷ്ടപ്പെട്ട് അവന് പുറത്തിറങ്ങാൻ ഭയങ്കര ഇതായിരുന്നു. കാരണം ആൾക്കാർ സിമ്പതി കാട്ടുന്നത് അവന് ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അവനങ്ങനെ ഞങ്ങൾ പുറത്തിറക്കി. എന്നിട്ട് കാരിസം ക്ലാസ്സിലും ഇങ്ങനെ പയ്യെ പുറത്തിറങ്ങി തുടങ്ങി. അവനെന്നിട്ട് പിന്നെയും റേഡിയേഷൻ ഉണ്ട്, കീമോസ് നടന്നുകൊണ്ടിരിക്കണു. ഞാനങ്ങനെ +2 അപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് പഠിത്തം മൊത്തം പോയി. 10 വരെ ഞാനും അവനും മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. അവന് ഫുൾ A+, എനിക്ക് 5A+, 5A അങ്ങനെ മത്സരിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. എല്ലാത്തിലും ക്ലാസ് ഫസ്റ്റ് അങ്ങനെയായിരുന്നു. +2 ആയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് മൊത്തം പോയി. ഒന്നും അറിയില്ല. ഒരു ചാപ്റ്റർ ഏതാ വിഷയമെന്ന് പോലും അതുപോലും അറിയില്ല. അവൻ കൊമേഴ്സ്, ഞാൻ ബയോമാത്സ് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് +2 ആയപ്പോൾ ഞാനൊരു ഫ്രണ്ട് വഴി എങ്ങനെയൊക്കെയോ ഞാൻ പാസ്സായി. അവനും സ്കൂളിൻ്റെ പുറത്തിരുന്ന് അവനൊരു പ്രത്യേക ഇത് കൊടുത്ത് അവനും പരീക്ഷ എഴുതി. അവനും വിജയകരമായിട്ട് അവനും പാസ്സായി. അങ്ങനെ സന്തോഷപൂർവ്വം ഇങ്ങനെ പയ്യെ മുമ്പോട്ട് പോണു. അങ്ങനെ എൻ്റെ അമ്മാമ്മയുടെ ആണ്ടിൻ്റെ അന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ പെട്ടെന്ന് അവൻ്റെ വീട്ടിലേക്ക് ഓടി. അപ്പോഴാണ് പേപ്പനും അമ്മയും പെട്ടെന്ന് വൈകിട്ട് വന്ന് പറയാണ് അവൻ വീണ്ടും ബ്ലഡ് വൊമിറ്റ് ചെയ്തു. വീണ്ടും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയേക്കാണ്. പിന്നെയും മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ അവന് പിന്നെ ഡോക്ടർ പറയുന്നതാണ് അന്ന് 99% സേഫ് ആണെന്ന് പറഞ്ഞ് ഡോക്ടർ പിന്നെയും പറയാണ് ഇനി ലാസ്റ്റ് ചാൻസ് ബോൺ മാരോ ഉള്ളൂ എന്ന്. അങ്ങനെ ബോൺ മാരോയ്ക്ക് പറഞ്ഞു. അങ്ങനെ ആസ്റ്റർ മെഡിസിറ്റിയിലാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം. അവിടെ തന്നെ ഒരു വീടെടുത്ത് 1 വർഷം നിൽക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്യൂച്ചറും എൻ്റെ പഠനവും അവിടെ സ്റ്റോപ്പായി നിൽക്കുക. അവനും +2 കഴിഞ്ഞു, ഞാനും +2 കഴിഞ്ഞു. എൻ്റെ ഒരു സ്വപ്നം എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ് തൊട്ട് ഞാൻ കാരിസം ക്ലാസ്സിലായാലും സ്കൂളിലായാലും എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരുന്നത് അത് +2 കഴിഞ്ഞാൽ IELTS എഴുതുക, പുറത്ത് പോവുക. അത് പുറത്ത് പോകണതിൻ്റെ ആഗ്രഹം മാത്രമല്ല, ഞാൻ ചെറുപ്പം മുതൽ എൻ്റെ വീട്ടിൽ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്. അതെല്ലാവരോടും അങ്ങനെ ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ അവനായിരുന്നു അതിന് എനിക്കൊരു സപ്പോർട്ട്. അപ്പോൾ അങ്ങനെ പുറത്ത് പോകാനിരുന്നതാണ്. അപ്പോൾ ഇവനിങ്ങനെ കിടക്കണ കാരണം എനിക്ക് പുറത്ത് പോകാനും വയ്യ, പഠിക്കാനും വയ്യ, ഒന്നിനും ഒരു താല്പര്യമില്ല. പിന്നെ എങ്ങനെയോ എനിക്ക് എന്തായാലും കേരളത്തിന് പുറത്ത് പഠിക്കണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പെട്ടെന്ന് സെറ്റിൽ ആവണമെന്നും കൊണ്ട് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ട് 3 വർഷത്തെ പാരാമെഡിക്കൽ BSc കാർഡിയോളജിക്ക് അഡ്മിഷൻ എടുത്തു. ഫെബ്രുവരി ആയപ്പോൾ ഞാൻ ബാംഗ്ലൂരായിരുന്നു. അവിടെ കോളേജിൽ പോയി. ഇവനാണെങ്കിൽ ഈ ഫെബ്രുവരി മാർച്ച് ആകുമ്പോഴേക്കും അവനെ ഇറക്കുമെന്ന് ഡോക്ടർ പറഞ്ഞേക്കണം. അപ്പോഴേക്കും 1 വർഷമായി. മാർച്ച് 30 29 ആയപ്പോൾ ഞാൻ ഫോൺ നോക്കിയപ്പോൾ വൈബ്രേറ്ററിലാണ് ഒരു 10-25 മിസ് കോള്. അവൻ മരിച്ചായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് തന്നെ ബാംഗ്ലൂർക്ക് വണ്ടി ഏൽപ്പിച്ച് അങ്ങനെ ബസ്സിന് അവിടെ ചെന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവൻ്റെ വീട്ടിൽ ചെന്ന്, എൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെയാണ് അവൻ്റെ വീട്. വീട്ടിൽ ചെന്ന് ഞാൻ കരഞ്ഞിട്ടില്ല. എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കരഞ്ഞെങ്കിൽ എൻ്റെ വിഷമം തീർക്കണമെന്ന്. മേമയും പേപ്പനും അവൻ്റെ അനിയനുണ്ട്, എല്ലാവരും ഇരുന്ന് കരയണു. എനിക്കും കരയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അവിടെ പന്തലിൻ്റെ അവിടെ തൂണുമ പിടിച്ച് നിന്ന് വിറച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക. അത് എല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം ഇവൻ്റെ മമ്മി, എൻ്റെ മേമ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു ഇവന് ഇനിയൊരു ചേട്ടനായിട്ട് നീയേ ഉള്ളൂ, നീയാണ് ജസ്റ്റിനി. അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു. പിന്നെ അത് മനസ്സിലായി. എൻ്റെ മനസ്സിൽ അത് മാത്രമായിരുന്നു, അവനൊരു ചേട്ടനാവാ. അപ്പോൾ തന്നെ എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്ന് കോൾ വന്നു, എത്രയും പെട്ടെന്ന് അവിടെ കയറണം, അല്ലെങ്കിൽ മെഡിക്കൽ ലീവ് അടക്കം എല്ലാം പോകുമെന്ന് പറഞ്ഞു.
ഞാൻ അപ്പോൾ തന്നെ ബാംഗ്ലൂർക്ക് വേണ്ടി കയറി. അവിടെ ചെന്നു. ഞാൻ ഇങ്ങനെ പോയാൽ പറ്റൂല, 22 വയസ്സായി, ഒന്നും ഇല്ല. എൻ്റെ അനിയത്തിയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ അവൾ +2 കഴിഞ്ഞ് ജർമ്മൻ പഠിച്ച് അവൾ ജർമ്മനി ചെന്നു. അവളാണിപ്പോൾ വീട്ടിൽ. എനിക്ക് 23 വയസ്സായി, അവൾക്ക് 20 വയസ്സുള്ളൂ. അവൾ എൻ്റെ വീട് നോക്കാണ്. ഞാനിപ്പോഴും വട്ടപൂജയാണ്. അപ്പം ഞാൻ വീട്ടിൽ പറഞ്ഞു. വീട്ടിലാകുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഈ കോഴ്സ് ഇനി വേണ്ട, 1.5 വർഷമായി ബാക്ക്. ഇനി ഇവരൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇനി പാസ്സായി തന്നെയാണ് 1.5 വർഷം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റുമോ. അപ്പോൾ വീട്ടുകാർ ഓക്കെ ചെറുതായിട്ട് മൂളി വീട്ടിൽ വന്നു. അവർ അങ്ങനെ തന്നെ ഒരു ധ്യാനത്തിന് വിട്ടു. അവിടുത്തെ അച്ഛൻ്റെ വാക്ക് അവർ കേട്ടു. അച്ഛൻ പറഞ്ഞു കുഴപ്പമില്ല, നീ പൊക്കോ, ഇനി ഒരു കുഴപ്പമുണ്ടാവില്ല. എനിക്ക് ആകെ ദേഷ്യമായി. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ആ ധ്യാനം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടെ വന്ന് അന്നാണ് 2021 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടാണ് ഞാൻ ധ്യാനത്തിന് പോയത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ആവശ്യം എനിക്ക് ഈ കോഴ്സ് വേണ്ട, എനിക്ക് പുറത്തേക്ക് പോകണം, അല്ലെങ്കിൽ വേറെ ഒരു ഫ്യൂച്ചർ വേണം. അങ്ങനെ ഞാൻ വീണ്ടും ബാംഗ്ലൂർക്ക് പോയി. വീണ്ടും ഉറക്കൊളിച്ച് ഇങ്ങനെ തന്നെ ഞാൻ പഠിക്കുകയാണ്. വീണ്ടും പഠിച്ചു തുടങ്ങി. എനിക്ക് ഒന്നാമത്തെ കാര്യത്തിൽ ഇതിൻ്റെ ഇടയിൽ മിസ്സായത്, എനിക്ക് ഉറക്കമില്ല. കണ്ണടയ്ക്കാൻ പേടിയാണ്. കണ്ണടച്ച് കഴിഞ്ഞാൽ അവസാനമായിട്ട് കിടക്കണ ഇതാണ് എൻ്റെ മനസ്സിൽ തന്നെ. അപ്പോൾ ഞാനവിടെ എൻ്റെ ഉറക്കം കളയാനായിട്ട് ഉറങ്ങാൻ പേടിയാണ്. അപ്പോൾ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ അവിടെ ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അപ്പോൾ അവിടെ ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ അവിടെ ഇവിടെ നിന്ന് പഠിച്ച് കയറിയ ചേട്ടന്മാരവിടെ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് രാത്രിയാണ്, വെളുപ്പിനാണ് അവിടെ ടർഫിൽ പോയി കളിക്കാൻ പോണേ. അപ്പോൾ എനിക്ക് പഠിക്കാനും എളുപ്പമായി. രാത്രി ടർഫിൽ പോയിരുന്ന് പഠിക്കും. അത് എനിക്ക് അവിടെ ഒരു പ്രസൻസ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പിന്നെ എനിക്കിപ്പോഴും ഓർക്കണം, ബയോകെമിസ്ട്രി എക്സാമിൻ്റെ അന്ന് ആദ്യമായിട്ട് ഞാൻ അറ്റൻഡ് ചെയ്യാൻ പോവാ. ഞാൻ നോക്കിയപ്പോൾ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ 95 മാർക്കിനുള്ള ആൻസർ എനിക്കറിയാം. ഒരു വള്ളിയും പോലും ഒക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക. ടൈം ബെല്ലടിച്ചു, ഞാൻ എഴുതാൻ തുടങ്ങി. പഴയതിനേലും വീണ്ടും അതികഠിനമായ അവസ്ഥ. അതായത് ഒന്നും എഴുതാൻ പറ്റണില്ല. ഞാൻ അവിടെ ഇരുന്ന് എനിക്ക് പൊട്ടിക്കരയണമെന്നുണ്ട്. പക്ഷേ എനിക്കറിയില്ല എന്താ ഞാൻ അവിടെ നിന്ന് ചെയ്യേണ്ടതെന്ന്. കാരണം ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ എനിക്ക് ആദ്യത്തെ 2 മാർക്കിൻ്റെയാണ്, പിന്നെ 10 മാർക്ക്, പിന്നെ 5 മാർക്ക്, എല്ലാം എനിക്ക് പോയിന്റ് വെച്ച് തലയിൽ ഇതുണ്ട്. പക്ഷെ പേപ്പറിലേക്ക് മാത്രം എനിക്ക് ആക്കാൻ പറ്റണില്ല. അങ്ങനെ ഞാൻ വീണ്ടും ആ എക്സാം പോയി. അപ്പം തന്നെ ഉറപ്പായി 2 വർഷം കറക്റ്റ് ബാക്ക്. അപ്പോൾ 3.5 വർഷത്തിൻ്റെ കോഴ്സ് 5.5 വർഷമായി, 5.5 വർഷമായി. അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു ഇനി എനിക്ക് പറ്റില്ല. അപ്പോൾ അവർ സമ്മതിച്ചു. ഓക്കെ. അങ്ങനെ ഞാൻ വീട്ടിലേക്ക് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ദയവായിട്ട് ഒരാളെൻ്റെ ലൈഫിലേക്ക് എനിക്ക് എൻ്റെ ലൈഫിൽ വേണ്ട അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്തൊരു മേഖലയോട് ഒരാളുടെ എൻ്റെ ലൈഫിലേക്ക് വന്നു. ആ ഒരാളല്ല, ഒരു ഫാമിലിയാണ് എൻ്റെ അടുക്കിലേക്ക് വന്നത്. അവരുടെ ഒരു സപ്പോർട്ട് കൂടി ഞാൻ ഇങ്ങനെ പയ്യെ മൂവ് ഓൺ ആയി തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. വീട്ടുകാർ സമ്മതിച്ച് ജർമ്മൻ പഠിക്കാൻ തുടങ്ങി. അത്യാവശ്യം പയ്യെ ഒന്ന് കയറി തുടങ്ങി. അപ്പോഴും ലെവൽ അറിയില്ല. കാരണം സ്കൂളിൽ പഠിപ്പിക്കണ പോലെ എക്സാമൊക്കെ പാസ്സാവുന്നുണ്ട്. നമ്മൾ ഗോയിത്തെ പോയി എഴുതിയാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കണു. അപ്പോൾ ഒരു 1.5 വർഷം കുഴപ്പമുണ്ടായിരുന്നില്ല. 1.5 വർഷം കഴിഞ്ഞപ്പോൾ അവരുടെ അടുത്തുനിന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. എനിക്ക് അങ്ങനെ എല്ലാവരോടും പറയാത്ത അവസ്ഥയാണ് ഈ പഠിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം. ഇതാ റീസൺ, ഇങ്ങനെ അവന് പറ്റിയുള്ള ബന്ധത്തിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി, എന്താ പറയുക, അവർ എൻ്റെ കൂടെ എൻ്റെ അത്ര വലിയ കാര്യം അവർ ചെറിയ കാര്യമായിട്ട് കണ്ട് എന്നെ കമ്പയർ ചെയ്യാൻ തുടങ്ങി വേറെ ആൾക്കാരായിട്ട്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ വെച്ച് അത് പയ്യെ എനിക്കത് ലൈഫിൽ നിന്ന് മാറ്റി. ഞാൻ പിന്നെ ശരിക്കും അന്നാണ് ഞാൻ ഉടമ്പടി വന്ന് എടുക്കുന്നത്. വീണ്ടും വന്ന് ഉടമ്പടി എടുക്കുന്നത്, പുതിയ ഉടമ്പടി എടുത്തേ. അന്നത്തെ പുതുക്കിയതല്ല, അന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു. അന്ന് ശരിക്കും പക്ഷേ ആദ്യത്തെ ആവശ്യം എനിക്ക് അവരെ തിരിച്ചു കിട്ടണമെന്നായിരുന്നു, വേറെ ഒന്നല്ലായിരുന്നു. പക്ഷേ അച്ഛൻ്റെ ധ്യാനം ഞാൻ കൂടുമ്പോൾ അച്ഛൻ എങ്ങനെ ഇടയ്ക്ക് ഒരു പ്രാവശ്യം പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ നനഞ്ഞ പടക്കം പോലെ ആവരുതെന്ന്. അതെൻ്റെ മനസ്സിൽ കയറി. അപ്പം തന്നെ ഞാൻ പിന്നെ പുതുക്കിയപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ വേറെ മാറ്റി. ആദ്യത്തെ എൻ്റെ വിശദീകരണമാക്കി. 2ാമത്തെ ആവശ്യം പിന്നെ പുറത്തേക്ക് പോകുന്നു, പിന്നെ കുടുംബത്തിൻ്റെ കാര്യമാക്കി. അന്നോട്ട് ചേഞ്ച് വരാൻ തുടങ്ങി. പയ്യെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയ തെറ്റ്, ഞാൻ അപ്പോഴും കാര്യമായിട്ട് മിണ്ടൂല. എല്ലാ ദിവസവും പള്ളിയിൽ പോവും. ആകെ തല പൊക്കുന്നത് പള്ളിയുടെ ഈശോൻ്റെ മുമ്പിൽ മാത്രമാണ്. സിംതേരിയിൽ എല്ലാ ദിവസവും അവൻ്റെ അടുത്ത് ഒരു 10-15 മിനിറ്റ് നിന്ന് എൻ്റെ എല്ലാ കാര്യം പറയണം, അല്ലാണ്ട് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റൂല. അപ്പോൾ സിംതേരി പോവും. സിംതേരിയിലും ഈശോൻ്റെ അടുത്തും തല പൊക്കും, അല്ലെങ്കിൽ അത്തല്ലാത്ത സമയത്ത് തല താഴ്ത്തിയാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ മുമ്പോട്ട് പോണു. അതിൻ്റെ ഇടയിൽ ഞാൻ B1 കുറേ എഴുതാൻ പോയി. B1 പഠിച്ചിട്ടില്ല, പക്ഷെ B1 എഴുതാൻ പോയി, കിട്ടിയില്ല. ഞാൻ എന്നിട്ട് ഇങ്ങനെ ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് തന്നെ ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞു കേട്ടു, ഔപ്പേർ വിസ എന്ന് പറഞ്ഞാൽ പഠിക്കാനല്ല പോണേ, നമ്മൾ അവിടുത്തെ ഒരു ഫാമിലിയിൽ ഒരു മെമ്പറായിട്ട് അവർ നമ്മളെ എഡ്യൂക്കേഷൻ സ്പോൺസർ ചെയ്യും. അപ്പോൾ ഗേൾസിനാണ് അത് കൊണ്ടുപോകണത്, ബോയ്സിന് അങ്ങനെ വളരെ റെയറാണ്.
അപ്പം ഞാനത് ആദ്യമായിട്ട് കേട്ടു. അങ്ങനെ ഞാൻ ഏജൻസികൾ അന്വേഷിക്കാൻ തുടങ്ങി. ഒരു ഏജൻസിയിലും അങ്ങനെ ബോയ്സിനെ കൊണ്ടുപോകുന്നില്ല. ഗേൾസിനൊക്കെ ആണെങ്കിൽ കുറച്ച് കാശുള്ളൂ, 3 മാസം കൊണ്ട് പെട്ടെന്ന് കയറി പോകാൻ പറ്റും, A1 മാത്രം മതി. ഞാനങ്ങനെ ഒരു ഏജൻസി ലാസ്റ്റ് അങ്ങനെ കൊല്ലത്തുള്ള ഒരു ഏജൻസിയിൽ ജോയിൻ ചെയ്തു. ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ കറക്റ്റായിട്ട് കോൾ വരാണ്. അങ്ങനെ ഈ ഏജൻസിനെ കുറിച്ച് അറിഞ്ഞു, ചെന്നു. അവർ 6 മാസം ടൈം പീരീഡ് പറഞ്ഞു, കാശ് അടച്ചു, A1 എഴുതി, പാസ്സായി, വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർ മുമ്പേ കൂട്ടി വിസ അപ്പോയിൻമെൻറ്റ് എടുക്കും. നവംബർ 6-ാം തീയതി അവർ ഈ നവംബർ 6-ാം തീയതി എനിക്ക് വിസ അപ്പോയിൻമെൻറ്റ് എടുത്തു. വിസ അപ്പോയിൻമെൻറ്റ് എടുത്ത് ഞാൻ അപ്പോഴേക്കും അവിടുത്തെ അക്കാദമീനെയും എൻ്റെ ഈ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അവിടുത്തെ ബോയ്സ് ഒരാൾക്കും പോകാൻ പറ്റണില്ല, ബോയ്സിന് അവിടെയും ഫാമിലി കിട്ടണില്ല. അങ്ങനെ ലാസ്റ്റ് ഇന്ന് വിസ അപ്പോയിൻമെൻറ്റ് ആണെങ്കിൽ ഇന്നലെ ഉച്ചയ്ക്ക്, അതായത് ഫാമിലി കോൺട്രാക്റ്റ് കൊടുത്തു. ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ്. അങ്ങനെ ഒരാൾക്ക് ഫാമിലി കിട്ടി, അവൻ കയറിപ്പോയി. അപ്പം ഞാനും എൻ്റെ കാര്യത്തിൽ കുറച്ചൊക്കെ ഇത് വന്നു, എനിക്കും കയറി പോകാൻ പറ്റും. നവംബർ 6-ാം തീയതി 10 ദിവസമുണ്ട്, നവംബർ 6-ാം തീയതി കയറി പോകാൻ പറ്റും. അങ്ങനെ ഞാൻ എൻ്റെ പേപ്പർ വർക്കുകളൊക്കെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വന്ന് അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥനയും കഴിഞ്ഞ് ഇവിടെ എല്ലാം ആദ്യം അമ്മയുടെ അടുത്ത് സബ്മിറ്റ് ചെയ്തിട്ടേ ഞാൻ അപ്പോയിൻമെൻറ്റിന് പോവുള്ളൂ എന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഇവിടെ വന്നു. പക്ഷേ നവംബർ 5-ആയി. 5-ാം തീയതി രാത്രി വരെ എനിക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു കിട്ടുമെന്ന്. പക്ഷെ കിട്ടിയില്ല. എന്നിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നവംബർ 6-ാം തീയതി ഞാൻ വിചാരിച്ചു ഇനി മാതാവും ഉണ്ടാവില്ല, വിശ്വാസം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, നവംബർ 6-ാം തീയതി എനിക്ക് പ്രത്യേക ഒരു ഇത് വരാണ്. എന്താ പറയുക, ഇനി മാതാവിന് ഈശോയ്ക്കും വിട്ടുകൊടുക്കാം, ഇനി എല്ലാ കാര്യങ്ങളും മാതാവിന് ഈശോയ്ക്കും വിട്ടുകൊടുക്കാം, ഇനി നീ ഒന്നും ചെയ്യേണ്ടതില്ല. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഞാനപ്പോൾ വീട്ടിലിരിക്കുക ഇഷ്ടമല്ലാത്ത കാരണം ജോലിക്ക് പോയിക്കൊണ്ടിരിക്കണു. അങ്ങനെ ഒരു കടയിൽ നിന്നു. അവിടെ എന്നെ എന്താ പറയുക, ഞാൻ തിരിച്ചു പറയാൻ അത്ര റിയാക്ട് ചെയ്യാറില്ല, അതുകൊണ്ട് എന്നെ കുറച്ചൊക്കെ പറ്റിച്ചു. ഞാൻ എന്നിട്ട് വീണ്ടും സൊമാറ്റോ ഓടി. അവിടെ ആ കടയിൽ നിന്നപ്പോൾ ഒരു മേജർ ആക്സിഡൻറ്റ്, അന്ന് തീർന്നു പോകേണ്ടതാണ്, ഒരു ഹോം ഡെലിവറിക്ക് പോയതാണ്. ഞാൻ അത്യാവശ്യം വളവ് കഴിഞ്ഞ് ഒരു പയ്യെ കയറി പോകുന്നു. ഒരു ഇറക്കത്തിൽ നിന്ന് ഒരു 2 ആൾ ഒരു 2 വീലറും ഇങ്ങോട്ട് വരുന്നു. വരുവണ്ട തന്നെ അറിയാം കയ്യിൽ നിന്ന് പോയി, കാരണം ഒരു ചെറിയ വഴിയാണ്. ആ വണ്ടി എൻ്റെ വണ്ടിയും മേടിച്ചു. എൻ്റെ വണ്ടിക്കൊന്നും പറ്റിയില്ല. അവരുടെ വണ്ടി കണ്ട പൊളിഞ്ഞ് തകിടം മറിഞ്ഞു. ഞാൻ തെറിച്ചൊരു മതിൽമ ചെന്നടിച്ചു. ഞാൻ എൻ്റെ കൈ പോയിന്ന് വിചാരിച്ചേ, പക്ഷേ വെറുതെ ഒന്ന് തലോടിയുള്ളൂ, ഒരു കുഴപ്പമുണ്ടായില്ല. അവർക്ക് അവിടെ എവിടെയും സ്റ്റിച്ച് ഉണ്ടായി. അങ്ങനെ ആ ആക്സിഡൻറ്റിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ സൊമാറ്റോ ഓടാൻ തുടങ്ങി. അങ്ങനെ സൊമാറ്റോ ഓടാൻ പോയി. അപ്പോൾ അങ്ങനെ ജോലിയായിട്ട് ഞാൻ കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ ഒരു നവംബർ 30-ാം തീയതി ആയപ്പോൾ അപ്രതീക്ഷിതമായിട്ട്, ഒരിക്കലും വിചാരിക്കണില്ല, ഞങ്ങളുടെ അക്കാദമിയിൽ ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് ജർമ്മനിയിൽ നിന്ന്, അവിടുത്തെ സിറ്റിസൺ, ഒരു വൈഫും ഹസ്ബൻഡാണ് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത്, ജർമ്മൻ സിറ്റിസൺ തന്നെ, ജർമ്മൻസ്. അവർ കോള് വന്നു. ഞാൻ നോക്കിയപ്പോൾ എനിക്കറിയാത്ത ഒരു കുട്ടിയുണ്ട്, എന്നെപ്പോലെ തന്നെ ഒരു സ്റ്റുഡൻ്റാണ്. എനിക്കറിയില്ല അവനെ, എൻ്റെ അക്കാദമിയിലുള്ള ആളാണ്, അറിയില്ല. ഈ സാറും മേമും പിന്നെ ഇവനും ഉണ്ട്, ഞാനും ഉണ്ട്. ഇവർ പറയുന്നു FSA, ജർമ്മൻ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും, FSA വെച്ച് മിനിമം B1 3 മൊഡ്യൂൾസ് എങ്കിലും വേണം ജർമ്മനിക്ക് കയറണമെങ്കിൽ. അപ്പോൾ ഇവർ പറയാണ് FSAക്ക് നിങ്ങൾക്ക് A1 വെച്ച് കയറി നിങ്ങൾക്ക് 3 ആളെയും സെലക്ട് ആക്കിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ തള്ളന്താണ്, ഏജൻസി അല്ലേ, ഇവർ തള്ളന്താ. കാരണം എൻ്റെ അനിയത്തി B2 എഴുതി പോയ ആൾ അവൾ B2 പഠിച്ച് FSAക്ക് പോയതാണ്. അപ്പം മിനിമം B2 ആണ്. അപ്പോൾ അവർ പറയുന്നത് ബേസിക് ലെവൽ A1 വെച്ച് കയറി പോകാൻ പറ്റുമെന്ന്. ഞാൻ ഒരിക്കലും വിശ്വസിച്ചില്ല. അതുകൊണ്ട് അവർ ഇമെയിൽ കാണിച്ചു തരാണ്. 1 മാസം മുമ്പ് ഞങ്ങൾ പോലും അറിയാണ് ഞങ്ങളുടെ 3 പേരുടെ പ്രൊഫൈൽ ഒരു ഹോസ്പിറ്റലിന് അയച്ചു കൊടുത്ത് അവർ അപ്രൂവ് ചെയ്തേക്കാം, ഇനി കോൺട്രാക്റ്റ് മാത്രം വന്നാൽ മതി. അപ്പം ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഇവർക്ക് കിളിപോയി. അതായത് ഒരിക്കലും നടക്കാത്ത സംഭവമാണ്. കാരണം A1 വെച്ച്, കാരണം അവിടെ ജോലി ചെയ്യാൻ പോണെങ്കിൽ അറ്റ്ലീസ്റ്റ് B2 എങ്കിലും വേണം, കാരണം ഡോക്ടറിനോടും പേഷ്യൻസിനോടും സംസാരിക്കണേ. പക്ഷെ ഇതൊന്നുമില്ലാണ്ട് A1 വെച്ച് ജസ്റ്റ് നുള്ളിപ്പറക്കി ഒരു സെൻറ്റൻസ് പറയാം, അങ്ങനെ ഒരു ഇത് മാത്രം A1 ബേസിക് ലെവലെന്ന് വെച്ചാൽ. അപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. അവൻ്റെ അവിടെ പറഞ്ഞു കോൺട്രാക്റ്റ് പയ്യെ വരും, ഏപ്രിലാണ് പോകാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ വെയിറ്റ് ചെയ്യാം, മാതാവിനെ ഈശോയ്ക്കും വിട്ടു കൊടുത്തേക്കെന്താ. അങ്ങനെ പയ്യെ പോണു. 3-ാമത്തെ ദിവസം എനിക്ക് കോൺട്രാക്റ്റ് വന്നു. എനിക്കൊന്നും കോൺട്രാക്റ്റ് കണ്ടിട്ട് മനസ്സിലാവുള്ള. ഞാൻ അനിയത്തിക്ക് അപ്പോൾ തന്നെ അയച്ചു കൊടുത്തു, അവൾ കയറി പോയേക്കുന്നതാളോ. അവൾ പറഞ്ഞു ചേട്ടാ ഇത് കോൺട്രാക്റ്റാണ്. പിന്നെ ഡേറ്റ് കണ്ടപ്പോൾ ഞാൻ ഞെട്ടി. 1/1/2025 എനിക്ക് അവിടെ എത്തണം. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഇത് ഞാൻ എൻ്റെ അറിവിലോ അല്ലെങ്കിൽ ജർമ്മൻ പഠിക്കുന്ന അറിവിലോ ചോദിച്ചാൽ മതി, ആർക്കും അറിയില്ല. കാരണം A1 വെച്ച് FSA എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതിലേക്കാണ് ഞങ്ങളുടെ 3 പേരെയും വിളിച്ചേക്കണേ. അങ്ങനെ ഞങ്ങൾക്ക് കോൺട്രാക്റ്റ് പെട്ടെന്ന് വന്നു. അപ്പോൾ തന്നെ എമർജൻസി വിസ എടുത്തു, അതിനും ട്രബിൾ ഉണ്ടായി, അത് വിസയ്ക്ക് വെച്ചു. പിന്നെ വിസയ്ക്ക് വെച്ചിട്ട് മിനിമം 15 ദിവസം വേണം. ഞങ്ങളുടെ ലോങ് സ്റ്റേ ആണ്, ജോലിക്കാണ് പോണേ, മിനിമം 15 ദിവസം വേണം. അപ്പോൾ
ഞങ്ങളുടെ 3 ദിവസം കൊണ്ട് എൻ്റെ ബാംഗ്ലൂരിൽ നിന്ന് ഡിസ്പാച്ചായി എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് വരാണ്. അപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് പോയി. കാരണം 3 ദിവസം കൊണ്ട് 15 ദിവസം കൊണ്ട് വരേണ്ട സാധനം 3 ദിവസം കൊണ്ട് വന്ന റിജക്ഷനാണ്, ഉറപ്പാണ്. ഞാൻ എന്നിട്ട് റിജക്ഷൻ ആണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ ബൈക്ക് എടുത്ത് ആലുവയ്ക്ക് പോയി. അവിടെ നിന്ന് സാധനം തുറന്നു, പാസ്പോർട്ട് തുറന്നു നോക്കിയപ്പോൾ ഞെട്ടിപ്പോയി. കാരണം ഇത് ഞാൻ ഡിസർവ് ചെയ്ത കാര്യമല്ല, അത് റിജക്ഷൻ അല്ല. എന്നെ അവിടെ അതിനകത്തേക്ക് ജർമ്മൻ വിസ അടിച്ച് വെച്ചേക്കാം. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ A1 വെച്ച് FSA. രണ്ടാമത്തെ പറഞ്ഞാൽ 15 ദിവസം കൊണ്ട് വരണ സാധനം 4 ദിവസം കൊണ്ട് എനിക്ക് വിസ കിട്ടി. എനിക്ക് മാത്രമല്ല 3 പേർക്കും കിട്ടി. അതെന്താ പറയുക, മാതാവിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം ഞാൻ അതിന് ഡിസർവിങ് അല്ല. അല്ലെങ്കിൽ അവൻ എന്നെ ജസ്റ്റിൻ, അവൻ്റെ പേര് ജസ്റ്റിൻ എന്നാ, അവനെ കൊണ്ടുപോയിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അത് അക്സെപ്റ്റ് ആക്കാണ്ട് ഞാൻ ഈശോനെ മാതാവിനെ കുറ്റം പറഞ്ഞ ആളാണ്. അത്രയും നാൾ കൊന്ത എറിഞ്ഞു കളഞ്ഞവനാ. അപ്പം ഞാനത് ഡിസർവിങ് ആണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ എന്നിട്ട് പിന്നെയും മുമ്പോട്ട് പോയി. അങ്ങനെ ഇപ്പോൾ ടിക്കറ്റ് എടുത്തു. ജാനുവരി 1-ാം തീയതി ഞാൻ 7 മണിയുടെ ഫ്ലൈറ്റിന് ഞാൻ പോവാണ്. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാനിവിടെ ജപമാല റാലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, പച്ചവെള്ളം പോലും കുടിക്കാണ്ട് വീട്ടിൽ നിന്ന് ഒരു 3:30 ഇറങ്ങണം, ഇവിടെ എത്തണമെങ്കിൽ 6 മണിക്ക് വരണമെങ്കിൽ പച്ചവെള്ളം പോലും കുടിക്കാണ്ട് എനിക്ക് കംപ്ലീറ്റ് ആക്കണമെന്ന്. ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമെന്ന് എനിക്കറിയാം, കാരണം എൻ്റെ ഹെൽത്ത് ഇത്തിരി മോശമാണ്. എന്നിട്ടും ഞാൻ തുനിഞ്ഞിറങ്ങി. ഒരു കുഴപ്പമില്ലാണ്ട് പകുതി വരെ എത്തി. പകുതി എത്തിയപ്പോൾ എൻ്റെ കാല് രണ്ടും ചെരുപ്പിൻ്റെ ഇതുകൊണ്ട് പൊട്ടിയെന്ന് പറഞ്ഞാൽ നിസാരമാണ്. പക്ഷേ എൻ്റെ ദേഹത്തൊരു മുറിവ് വന്നാൽ അതൊരു മിനിമം 3 ആഴ്ച 4 ആഴ്ച എടുക്കും. കാരണം പെട്ടെന്ന് ഉണങ്ങൂല. ബെറ്റാടിയും പറ്റിയാലും ആശുപത്രി പോയാലും അവർ കണ്ണി ഇങ്ങനത്തെ ചെറിയ റീസൺസ് പറയും. പക്ഷേ ഒരിക്കലും അത് ഉണങ്ങില്ല, 3-4 ആഴ്ച എടുക്കും. പക്ഷെ ഞാനത് ഞാൻ എന്നിട്ട് ചെരുപ്പ് ഊരിയിട്ടാണ് ഞാൻ തിരിച്ചു പോയി. വീട്ടിൽ പോയിട്ട് ഞാൻ രാത്രി ചെല്ലേണ്ട പ്രാർത്ഥന ചൊല്ലി. ഞാനിട്ട് അമ്മയോട് പറഞ്ഞു, മാതാവി ഞാൻ ഇതും ഒരു തുള്ളി മരുന്ന് പരട്ടില്ല, അമ്മയുടെ തൈലം മാത്രം പരട്ടുള്ളൂ. പരട്ടിയിട്ട് കിടന്നു. അത്ഭുതം എന്ന് പറയട്ടെ, പിറ്റേ ദിവസം അത് കരിഞ്ഞിരിക്കുക. 3 ആഴ്ച കൊണ്ട് മാത്രം എൻ്റെ മുറിവ് ഉണങ്ങാറുള്ളൂ. ആ മുറിവ് എനിക്ക് ഒറ്റ ദിവസം പോലും എടുത്തില്ല, 2-3 മണിക്കൂർ കൊണ്ട് എനിക്കത് ഉണങ്ങി കിട്ടി. അതുപോലെ തന്നെ രോഗസൗഖ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഇവൻ പോയപ്പോൾ തൊട്ട് ഒരു നെഞ്ചുവേദന ഉണ്ടായിരുന്നു. നിസ്സാര നെഞ്ചുവേദനയല്ല, ഒരു ടെൻഷൻ വന്നാൽ എൻ്റെ ബോഡി മൊത്തം കിടന്ന് കുലുങ്ങും. എനിക്ക് ഷിവർ ചെയ്യലൊടുങ്ങും, പിടിച്ചാൽ കിട്ടുള്ളൂ. ഞാൻ ബെഡിൽ കിടക്കുകയാണെങ്കിൽ ബെഡിൽ കിടന്ന് പിടയ്ക്കും. അങ്ങനെ ഇതായിരുന്നു. ഞാൻ അമ്മയുടെ എൻ്റെ നെഞ്ചത്തിട്ടിടിക്കും. അങ്ങനെയാണ് ഞാൻ കുറയ്ക്കാറ്. അത് ഈ ഉടമ്പടി എടുത്ത സമയത്ത് ഏത് സമയത്ത് എന്നെ വിട്ടുപോയെന്ന് പോലും എനിക്കിവിടെ സാക്ഷ്യം പറയാൻ അറിയില്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ മാസമാണ് ഞാൻ ഓർക്കണേ, അങ്ങനെ ഒരു അനുഭവം ഇപ്പോൾ എനിക്കില്ലല്ലോ. കാരണം ഒരു ചെറിയ ടെൻഷൻ പോലും, കാരണം ഇവൻ പോയപ്പോൾ എൻ്റെ ധൈര്യം മൊത്തം പോയി. അന്നാണ് ഞാൻ ഇവൻ പോയപ്പോഴാണ് മനസ്സിലാക്കിയത് ഇവനായിരുന്നു എൻ്റെ ധൈര്യമെന്ന്. കാരണം ഇവൻ പോയപ്പോൾ പിന്നെ മൊത്തത്തിൽ എൻ്റെ ധൈര്യം മൊത്തം ചോർന്നു പോയി. അപ്പോൾ അന്ന് തുടങ്ങിയത് ഈ നെഞ്ചുവേദന. അത് ഞാൻ പോലും അറിയാണ്ട് അമ്മ മാറ്റി. പിന്നെ എൻ്റെ മുഖത്ത് ഇപ്പോൾ കാണുന്ന പോലെയല്ല, മുഖത്തെന്ന് പറഞ്ഞാൽ 50 പൈസ വട്ടത്തിൽ അത്രയും വലുപ്പത്തിൽ കുരുക്കൾ 1ഉം 2ഉം അല്ല, ചുറ്റും ഉണ്ടാവുമായിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കാണിക്കും, അവർ ഓയിൻമെൻറ്റ് പറയും, കസിൻസൊക്കെ പറയും അവർക്ക് എല്ലാവരും ഉണ്ടായിരുന്നു, പ്രായത്തിൻ്റെയാണ്. പക്ഷേ ചെറിയ കുരുവാണെങ്കിൽ കുഴപ്പമില്ല. 50 പൈസ വട്ടത്തിൽ അത് വളർന്ന് ഒരു 2 ആഴ്ച നിൽക്കും. കാണുന്നവർ ഇത് മാത്രം പറയാം, ഓരോ മരുന്നുകൾ സജസ്റ്റ് ചെയ്യാൻ മാത്രമേ നേരം ഉണ്ടാവുള്ളൂ. ഞാൻ പിന്നെ അത് മുഖത്ത് തൊടാറില്ല. പിന്നെ എന്നും പ്രാർത്ഥിക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും കിടക്കുമ്പോഴും തൈലം മുഖത്ത് പരട്ടും, അങ്ങനെ പറ്റുള്ളൂ. ഇപ്പോൾ അത് കണ്ടറിയാം 99%, 100% തന്നെ മാറിയെന്ന് പറയാം. ഇപ്പോൾ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. അതുപോലെ തന്നെ ഞാൻ വയർപ്പ് ഇത്തിരി കൂടുതലുള്ള മനുഷ്യനാണ്. വയർപ്പെന്ന് പറഞ്ഞാൽ എൻ്റെ കൈ മൊത്തം ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് പോകും. ചെരുപ്പിടാൻ പറ്റില്ല, ചെരുപ്പിട്ട് കഴിഞ്ഞാൽ ചെരുപ്പിൻ്റെ ഉള്ളിൽ ചെളിയാവും. ആ മാതിരി വയർപ്പാണ് എനിക്ക്. വയർപ്പ് സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എന്നിട്ട് അത് കാരണം തന്നെ എൻ്റെ ബോഡിയിൽ അലർജി വരാൻ തുടങ്ങി പല സ്ഥലത്തായിട്ട്. അപ്പോൾ എനിക്ക് ബെഡിൽ കിടക്കാൻ പോലും പറ്റില്ല. അവിടെയും ഞാൻ തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, അതും എനിക്ക് സുഖപ്പെട്ടു. അതുപോലെ തന്നെ ഇത്രയാണ് എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ. അതുപോലെ തന്നെ എൻ്റെ ഞാൻ ഇവിടെ 6 ആവശ്യങ്ങളാണ് നമുക്ക് എഴുതിയിടാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ വീട്ടിൽ ചെന്നിട്ടും വേറൊരു പേപ്പറിൽ 6 ആവശ്യങ്ങളും കൂടി ഞാൻ എഴുതി എൻ്റെ 12 ആവശ്യങ്ങളായിട്ടാണ് ഞാൻ വെച്ചത്. ആ 12 9 എനിക്ക് സാധിച്ചു കിട്ടി. പിന്നെ എനിക്ക് ഈ ഉടമ്പടിയിലൂടെ 2 കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നത്, നമ്മൾ ഒരു കാര്യം ഇവിടെ മാതാവിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞ് ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ച് അത് നടന്നില്ല, അത് വെയിറ്റിംഗ് പീരീഡ് കൂടുതലാണെങ്കിൽ അപ്പം നമ്മൾ ഓർത്തോ, അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച കാര്യമാണ്. അപ്പം നമ്മൾ എന്തായാലും ഉറപ്പിച്ചോ, നമ്മൾ വിചാരിക്കണേലും അങ്ങേപ്പുറത്തൊരു അനുഗ്രഹം നമ്മൾ മാതാവ് മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഔപ്പേർ ആഗ്രഹിച്ചവനാണ്.
അതെനിക്ക് 25 കുറച്ച് പൈസ എനിക്ക് പോക്കറ്റ് മണി ആയിട്ടിട്ടുള്ളൂ. അതിന് ഡബിൾ സാലറിയിലാണ് എനിക്ക് പോകാൻ പറ്റണേ. അതുപോലെ തന്നെ അക്കോമഡേഷൻ ഫ്രീ, ഫുഡ് ഫ്രീ, എല്ലാം ഫ്രീ ആയിട്ടാണ്. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. കാരണം ഔപ്പേർ വഴി ഞാൻ ജർമ്മനി ചെന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് മാറാമെന്ന് വിചാരിച്ച B2 എഴുതിയെടുത്തിട്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും ഡിസർവ് ചെയ്യാത്ത കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ വന്നേക്കണേ. ഇപ്പം അമ്മ എന്നെ തിരഞ്ഞെടുത്ത് ഇവിടെ വരെ എത്തിച്ചേക്കണേ. ഇത്രയും നന്നാ മാതാവിന് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 34:6-8 വരെ. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്ന് അവനെ രക്ഷിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ജോൺ സെബാസ്റ്റ്യൻ എന്ന ഈ മകൻ എത്ര മനോധൈര്യത്തോടുകൂടി, ശരണപ്പെടുന്ന വിശ്വാസത്തോടുകൂടി കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ അവൻ്റെ ജീവിതാനുഭവങ്ങളെ പങ്കുവെച്ചുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സാക്ഷ്യം പറയുന്നു. നമ്മൾ ശരിക്കും വലിയ വൈകാരികതയോടുകൂടിയാണ് മകൻ്റെ സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നത്. അവൻ്റെ ജീവിതത്തിൽ വന്ന അവൻ്റെ ഏറ്റവും അടുത്ത ഒരു ബന്ധുവിൻ്റെ സ്വന്തം രക്തത്തിൻ്റെ ഒരു മരണം, ആ രോഗാവസ്ഥ മുതൽ ആ മകൻ്റെ മരണം വരെ എത്തുമ്പോൾ എത്ര കണ്ട് അവൻ തകർക്കപ്പെടുകയും വിഷാദത്തിലേക്കും ജീവിതം തന്നെ ഇനി തുടരേണ്ട എന്ന തീരുമാനമെടുത്തുകൊണ്ട് ആത്മഹത്യാ പ്രവണതയിലേക്കും തുടരെ അവൻ പോയിക്കൊണ്ടിരുന്ന മാനസിക സാഹചര്യങ്ങളെയാണ് അവൻ ആദ്യം പങ്കുവെക്കുന്നത്. ആദ്യമെടുത്ത ഉടമ്പടി ആ സഹോദരൻ്റെ മരണത്തോടുകൂടി പൂർണ്ണമായി ഉപേക്ഷിച്ച് ദൈവത്തെ പോലും തള്ളിപ്പറഞ്ഞുകൊണ്ട് ജീവിതം വലിയ ദുഃഖകരമായ അവസ്ഥയിലേക്ക് അവൻ കൊണ്ടുപോയത് അവൻ തന്നെ എടുത്തു പറയുന്നുണ്ട്. പിന്നീട് അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തുകൊണ്ട് ജീവിതം തിരികെ പിടിക്കുന്ന അവൻ്റെ വളരെ സാഹസികമായ, വളരെ വിശ്വാസ സാക്ഷ്യമുള്ള, വളരെ ദൈവകരുണയുള്ള, കരുതലുള്ള ജീവിതത്തെയാണ് അവൻ നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. മകൻ്റെ തന്നെ വാക്കുകളിൽ അല്പകാലം നമ്മൾ എഴുതി സമർപ്പിക്കുന്ന നിയോഗങ്ങൾ വേഗത്തിൽ അനുവദിച്ച് കിട്ടുന്നില്ല എന്ന് കാണുമ്പോൾ ഉപേക്ഷിച്ചു പോവുകയല്ല, അതിലും വലിയ നന്മകൾ നമുക്ക് വേണ്ടി അവിടുന്ന് കാത്തുവച്ചിരിക്കുന്നു എന്ന പ്രത്യാശയോടെ ജീവിക്കുവാൻ സാധിക്കണമെന്ന് മകൻ ആവർത്തിച്ച് നമ്മളോട് പങ്കുവെക്കുന്നുണ്ട്. അവൻ ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി പഠനം തുടങ്ങുന്നു. ആദ്യമൊരു പഠനം 3 വർഷത്തോളം പാഴായി പോകുന്നു. ജർമ്മനിയിൽ പോകുവാൻ വേണ്ടി പഠനം തുടങ്ങുന്നു. അതിലും വലിയ രീതിയിലൊന്നും കാര്യങ്ങൾ എത്തപ്പെടുന്നില്ല. A1 മാത്രമാണ് അവൻ വിജയിച്ചത്. ആ A1 കൊണ്ട് വിദേശത്ത് പോകുവാനാവില്ലെന്ന് അവൻ തിരിച്ചറിയുന്നു. പിന്നീട് അവന് തന്നെ പുതിയ വഴി തുറന്നു കിട്ടുന്നു. ഒരു സാധ്യത അവൻ കണ്ടെത്തുന്നു. സാധാരണ പെൺകുട്ടികൾ മാത്രം പോകുന്ന ഒരു ഭവനത്തോടൊപ്പം ചെന്ന് അവിടെ ശുശ്രൂഷകയായി നിന്നുകൊണ്ട് അല്പം ഭാഷ പഠിച്ച് വീണ്ടും ഭാഷയിൽ പ്രാവീണ്യം നേടി അവിടെയുള്ള മെഡിക്കൽ പഠനത്തിലേക്ക് പോകുന്ന രീതിയാണ് മകൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. അത് ആൺകുട്ടികളെ അങ്ങനെ സെലക്ട് ചെയ്യാറില്ല, പോകാറില്ല. അവൻ തന്നെ പറയുന്നു, A1 എടുത്തുകൊണ്ട് ഒരുപക്ഷെ ആദ്യമായി പോകുന്ന വ്യക്തി ഞാനായിരിക്കുമെന്ന്. അങ്ങനെ അമ്മ മാതാവ് ഉള്ളംകൈയിൽ അവനെ പൊതിഞ്ഞു സൂക്ഷിച്ച്, നീലങ്കിയിൽ പൊതിഞ്ഞു സൂക്ഷിച്ച്, നിരന്തരമായി നല്ല നിർദ്ദേശങ്ങൾ അവൻ്റെ ഉള്ളിൽ കൊടുത്തുകൊണ്ട് ബാംഗ്ലൂരിൽ ജീവിച്ച കാലങ്ങളിൽ ഒന്ന് വഴിതെറ്റിപ്പോകാതെ, മദ്യത്തിനും ലഹരിക്കുമൊന്നും അടിമപ്പെടാതെ ഒത്തിരി അവൻ തെക്കേ ഇന്ത്യ മുഴുവൻ അലഞ്ഞുവെങ്കിൽ കൂടിയും അവനെ എങ്ങും മറ്റു രീതിയിലൊന്നും അപകടത്തിൽപ്പെടുത്താതെ സംരക്ഷിക്കുകയും ഇന്ന് ഒരു മികച്ച രീതിയിൽ വിദേശത്തേക്ക് പോകുവാനുള്ള വഴികൾ തുറന്നു കൊടുക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ സാക്ഷ്യം ശ്രദ്ധേയമാകുന്നത് മകന് കടന്നുപോയ ആന്തരിക സംഘർഷങ്ങൾ കൊണ്ടാണ്. മകന് വന്നു ഭവിക്കാമായിരുന്ന മരണത്തിൻ്റെ മുഖത്തു നിന്നും അവൻ തിരികെ വരുന്നത് കൊണ്ടാണ്. അതോടൊപ്പം ഒട്ടും മെറിറ്റില്ലാത്തപ്പോൾ വളരെ നന്നായി അമ്മ മാതാവും തുരുക്കുമാരനും അവൻ്റെ കരം പിടിച്ചുയർത്തി സുരക്ഷിതമായി അവനെ വിദേശത്ത് കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജീവിതത്തെ കൊണ്ടുപോകുവാൻ പറ്റുന്ന സാഹചര്യങ്ങളിലേക്ക് അവനെ നയിക്കുന്നത് കൊണ്ടാണ്. അവൻ്റെ ഓരോ വാക്കിലും നമ്മൾ കേട്ടത്, അവസാനമൊക്കെ അവൻ പറയുന്നത് അമ്മയിലുള്ള ആശ്രയത്വം, പ്രാർത്ഥനയിലുള്ള സ്ഥിരത,
കുമ്പസാരത്തോടുള്ള വിശ്വസ്തത, പ്രത്യക്ഷീകരണ പ്രാർത്ഥന നിരന്തരം ചൊല്ലുവാനുള്ള സന്നദ്ധത, ആ എളിമയുള്ള സ്ഥിരോത്സാഹമുള്ള ഉടമ്പടിയിലുള്ള വിശ്വാസത്തെയാണ് പങ്കുവയ്ക്കുന്നത്. നമുക്ക് ഓരോരുത്തർക്കും ഇത് തന്നെയാണ് മാതൃക. പലതരത്തിൽ നമ്മുടെ ജീവിതം തകർന്നിട്ടുണ്ടാവാം, പല വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാവാം, പല പരിശ്രമങ്ങളും ഫലമണിയാതെ നാം വല്ലാതെ ക്ലേശിക്കുന്നുണ്ടാവാം. എങ്കിലും അമ്മ മാതാവിൽ ശരണപ്പെടുമ്പോൾ അമ്മ മാതാവ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏറ്റവും ജീവിതത്തിന് ഉപകരിക്കുന്നത് നമുക്ക് നൽകിക്കൊണ്ട് നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കും. മകൻ രോഗസൗഖ്യത്തെയും ഉടമ്പടി അഖണ്ഡ ജപമാല റാലിയിലുള്ള യാത്രയെയും ഒക്കെ മകൻ പങ്കുവെക്കുന്നുണ്ടായിരുന്നു. ലഭിച്ച എല്ലാ നന്മകളെയും നമുക്ക് അമ്മ മാതാവിന് തിരുക്കുമാരനും നന്ദിയായി സമർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിന് സമർപ്പിക്കാം. കൃപാസനം പ്രസാദ് മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി ആയി നന്ദി. എൻ്റെ പേര് ലിസി, തൃശ്ശൂർ രൂപതയിലെ പേരകമടവിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകന് രോഗസൗഖ്യം ലഭിച്ച സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. മകൻ കുവൈറ്റിൽ 5 വർഷമായി ഡ്രാഫ്റ്റ്മാനായി വർക്ക് ചെയ്യുകയായിരുന്നു. കഴിഞ്ഞ 2024 മാർച്ച് മുതൽ അവന് കാഴ്ച കുറവും നടക്കുമ്പോൾ വീഴാൻ പോകുന്ന ഒരവസ്ഥയും ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കയ്യും കാലും, ഇടത്തെ കയ്യും കാലും സ്റ്റിഫ്നെസ് ആവുക, മൂവ്മെൻറ്റ് വരുന്ന സമയങ്ങളിലൊക്കെ അവനത് സ്റ്റിഫ്നെസ്സായി, വായും അതുപോലെ ഇങ്ങനെ ചെരിഞ്ഞു പോകുന്ന രീതിയിൽ അവനെ കണ്ടു തുടങ്ങി. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തി ഡോക്ടറെ കാണിച്ചു. ഞങ്ങൾ MRI സ്കാൻ എടുത്തപ്പോൾ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഡോക്ടർ ഒരു പേര് നൽകി, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന പേര് നൽകി. അങ്ങനെ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞത് പ്രതിരോധ ശക്തിയുടെ അണുക്കൾ കൂടിയിട്ട് അവന് പുറത്തു നിന്നുള്ള അസുഖങ്ങൾ വരാത്തത് കൊണ്ട്, മറ്റുള്ള അസുഖങ്ങൾ വരാത്തത് കൊണ്ട് സ്വയം ബോഡി റിയാക്ട് ചെയ്യണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതായത് ഇവന് കണ്ട സിംറ്റംസ്, ഇവൻ്റെ ഞരമ്പുകളിലുള്ള കവറിങ് ദ്രവിച്ചു പോവുക. അങ്ങനെ ദ്രവിച്ചു പോകുമ്പോൾ അതിൽ ബ്ലഡ് സർക്കുലേഷൻ വരുന്നില്ല, അവിടെ നീർക്കെട്ട് വരിക. അപ്പോൾ അതുകൊണ്ടാണ് സ്റ്റിഫ്നെസ് വരുന്നത് പറഞ്ഞത്. അതൊരു ദിവസം 25 പ്രാവശ്യം 27 പ്രാവശ്യമൊക്കെ കണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ സ്റ്റിറോയിഡിൻ്റെ ഒരു റിട്ടുക്സ്മാബ് എന്നൊരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞു. അത് 2 ഡോസാണ് ശരിക്കും ആ ട്രീറ്റ്മെൻറ്റിൽ. ഞങ്ങൾ 1 ഡോസ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് യാതൊരു മാറ്റവുമില്ല. അങ്ങനെ ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഞാനൊരു അധ്യാപികയാണ്. ഒരു ടീച്ചർ പറഞ്ഞു, എനിക്കൊരു ബ്രദറിനെ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞു, പറയാൻ പറഞ്ഞു. അപ്പോൾ ആ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങളുടെ റൂമിൽ, ഞങ്ങളൊന്ന് ഹോസ്പിറ്റലാണ്, റൂമിൽ കൃപാസനം മാതാവിനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആ രാജഗിരി ഹോസ്പിറ്റലിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അവിടെ നിന്നൊരു പത്രം കിട്ടി. ഞാനത് വായിക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം ഞാൻ ബ്രദറിനോട് പറഞ്ഞു, കൃപാസനം പത്രം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ബ്രദർ പറഞ്ഞു, ഉടനെ തന്നെ ഡിസ്ചാർജ് ആയിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി ഉടമ്പടി എടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങി വന്നതല്ല, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ ഡിസ്ചാർജായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. അപ്പോൾ 25 പ്രാവശ്യം കണ്ടിരുന്ന സിംറ്റംസ് അതൊരു 15 പ്രാവശ്യമായി കുറഞ്ഞു. അതുപോലെ തന്നെ 15 ദിവസം കഴിഞ്ഞ് അടുത്ത ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകുമ്പോഴേക്കും അത് കുറഞ്ഞു വന്ന് കംപ്ലീറ്റ് മാറിപ്പോയി. ഡോക്ടർക്ക് തന്നെ അതിശയമായി. ഞങ്ങൾ അടുത്ത റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടർക്ക് വിശ്വാസമാവണില്ല. അവനെ എഴുന്നേൽപ്പിച്ച് നടത്തിക്കുക, ഇരുത്തിക്കുക, കയ്യും കാലും അങ്ങനെ ഉയർത്തി കാണിക്കുക. കാരണം ചലനം വരുമ്പോഴൊക്കെ ഇവനിത് കാണുകയായിരുന്നു. കുട്ടി ഭയങ്കരമായിട്ട് വിഷമിക്കുകയായിരുന്നു. ഡോക്ടർക്ക് തന്നെ അതിശയം തോന്നി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, 4 ഡോസ് ചെയ്യേണ്ട, ഇഞ്ചക്ഷൻ 2 ഡോസ് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞു. പിന്നെ ഇഞ്ചക്ഷൻ മാറ്റി മരുന്നുകളാക്കി ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവൻ്റെ അസുഖമൊക്കെ മാറി വന്നപ്പോൾ ഇവന് ഇമ്മ്യൂണിറ്റി പവർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത് ആ ഇഞ്ചക്ഷനിലൂടെ. കംപ്ലീറ്റ് ഇമ്മ്യൂണിറ്റി പവർ പോയപ്പോൾ അവന് മോന് പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടന്നിട്ട് പല ടെസ്റ്റുകളും നടത്തി. എല്ലാ ടെസ്റ്റിലും നെഗറ്റീവാണ്. മാതാവിനോട് ശക്തിയായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, എനിക്ക് അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണം, പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രോഗം കണ്ടുപിടിച്ചു. അവന് ലെൻസിൽ കഫം കെട്ടി നിന്നിട്ട് ഒരു ഫംഗൽ ന്യൂമോണിയ പോലെ വന്നിരിക്കുകയാണെന്ന് കണ്ടെത്തി.
അങ്ങനെ അതിന് മരുന്നുകൾ ചെയ്തപ്പോൾ ആ അസുഖം പൂർണ്ണമായി ഭേദപ്പെട്ടു. പിന്നെ അതുപോലെ 3 മാസം കഴിഞ്ഞ് വീണ്ടും MRI സ്കാൻ ചെയ്തപ്പോൾ അവന് ഈ കവറിങ് പോകുന്നത് പുതിയതായിട്ടൊന്നും കാണുന്നില്ല, കുറഞ്ഞു വരുന്നിട്ടുണ്ട്, പേടിക്കേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ട് ഒരു NMO-MOG എന്നൊരു ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആണെങ്കിൽ വീണ്ടും 2 കൊല്ലം തുടർച്ചയായിട്ട് മരുന്ന് കഴിക്കേണ്ടി വരും, നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് മരുന്നൊക്കെ ക്ലോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ ക്ലാസ് കേൾക്കുമ്പോൾ അതിൽ അച്ഛൻ ഒരു ടിപ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഉടമ്പടി പെട്ടെന്ന് ക്ലിക്ക് ചെയ്യാൻ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. അമ്മേ, എന്നെ അങ്ങയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ക്ലാസ് കേട്ടപ്പോൾ എനിക്ക് ഒരു പ്രത്യേക വിശ്വാസം തോന്നി. ഞാൻ എപ്പോഴും അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും. ഞാൻ ജോലി ചെയ്യുമ്പോഴും സ്കൂളിലാകുമ്പോഴൊക്കെ അതിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അവൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നു, അത് നെഗറ്റീവായി. ചിത്തമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം ഇവൻ്റെ ഭാര്യയാണത്. അവന് അസുഖമുള്ള സമയത്ത് അവൾ 9 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. ഭയങ്കരമായിട്ട് ഞങ്ങൾ വിഷമിച്ചു, അവൾക്കും നല്ല വിഷമമായിരുന്നു. പ്രസവം കോംപ്ലിക്കേറ്റഡ് ആവല്ലേ എന്ന് പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഡേറ്റ് ആവണ അന്ന് അഡ്മിറ്റ് ആവണ അന്ന് ഫ്ലൂയിഡ് പോയി. യൂട്രസ് തീരെ വികസിക്കുന്നില്ല, 2 സെൻറ്റിമീറ്റർ വികസിച്ചിട്ടുള്ളൂ, ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടറോട് പറഞ്ഞു. ഞങ്ങൾ മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിച്ചു. അപ്പോൾ ഡോക്ടർക്ക് OPയിൽ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു OP കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞു. പിന്നെ 1 മണി ഒരിക്കൽ ആയപ്പോൾ അവൾക്ക് വേദന വന്നു തുടങ്ങി. അതുപോലെ യൂട്രസ് വികസിച്ചു. 3 മണിയാകുമ്പോഴേക്കും ഒരു നല്ലൊരു പെൺകുഞ്ഞിനെ, ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് മോന് ഡോക്ടറോട് ചോദിച്ചു, ഞങ്ങൾ ഗൾഫിലേക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു പോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു, ശ്രദ്ധിച്ചാൽ മതി, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡേറ്റ് ഇട്ടിട്ട് ഞാൻ സെപ്റ്റംബർ 26-ാം തീയതി രണ്ടാമതും ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നു. അതിൽ നിയോഗം എഴുതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ഒക്ടോബർ 31-ാം തീയതി എൻ്റെ മോന് പോകണം മാതാവി എന്ന് പറഞ്ഞു. അതുപോലെ അവന് പോകാൻ പറ്റി. പക്ഷേ പോയി കഴിഞ്ഞപ്പോൾ 5 ദിവസത്തെ ലീവിന് വന്നതാണ് അവൻ. അപ്പോൾ അന്ന് മാനേജർ പറഞ്ഞിരുന്നു 5 ദിവസം കഴിഞ്ഞ് ലീവിന് വന്നില്ലെങ്കിൽ ഞങ്ങൾ റിസൈനായി കണക്കാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം വരെ മാനേജർ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കമ്പനിയിൽ 5 മാസത്തെ പെൻഡിങ് വന്നപ്പോൾ അതൊക്കെ ബുദ്ധിമുട്ടായപ്പോൾ അവർ വേറൊരാളെ വെച്ചു. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ്, അതൊന്നും ഇവിടുന്ന് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അവൻ ഇവിടുന്ന് അങ്ങനെ നാട്ടിലുള്ള സമയത്ത് തന്നെ അവൻ 2ാമത്തെ കമ്പനിയിലാണ് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ കമ്പനിയിലെ മാനേജർ ഇവൻ്റെ വിശേഷം അറിയാനല്ല, നമ്പർ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് വിളിക്കുക എന്ന രീതിയിൽ മോനെ വിളിച്ചു. എന്താണ് വിശേഷം, സുഖമല്ലേന്ന് ചോദിച്ചു. അപ്പോൾ മാനേജർ പറഞ്ഞു, പഴയ കമ്പനിയിലത്തെ മാനേജർ പറഞ്ഞു, നീ ഈ കമ്പനിയിലേക്ക് പോരുന്നോ, നീ ഇവിടെ വാങ്ങുന്ന ശമ്പളം ഞാൻ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കട്ടെ, ഞാൻ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവനിവിടുന്ന് പോയി. അപ്പോഴാണ് ഈ കമ്പനിയിൽ അവിടെ വേറെ ആളെ വെച്ചു എന്നൊക്കെ അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വിഷമിക്കേണ്ട ആവശ്യം വന്നില്ല. കാരണം മാതാവ് അതിന് മുന്നേ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഇടപെട്ടുകൊണ്ട് അവന് ജോലി തിരിച്ചു കൊടുത്തു. ഇനി അവൻ തിങ്കളാഴ്ച പോവുകയാണ് ആ കമ്പനിയിൽ വീണ്ടും ജോയിൻ ചെയ്യാൻ പോണ്. അത് വലിയൊരു അനുഗ്രഹമാണ് ഞങ്ങൾക്ക്. മാതാവ് തന്ന ഈ 3 അനുഗ്രഹത്തിന് 1000 നന്ദി പറയുകയാണ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഒരു കാര്യം പറയാം. ജോലിയുള്ളത് കൊണ്ട് നേരത്തെ എണീക്കാനും വൈകിട്ട് പ്രാർത്ഥിക്കാനൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലായിരുന്നു ഞാൻ. രാവിലെ 8 മണിക്ക് സ്കൂളിലേക്ക് പോകണം, വൈകിട്ട് 6 മണി 7 മണിക്കൊക്കെ വരിക. അപ്പോൾ രാവിലെ പ്രാർത്ഥിക്കാൻ ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ മോന് വയ്യാണ്ട് ഇവിടെ ഒന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഇന്ന് 4:30 എണീക്കും, പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥനകളൊക്കെ ചൊല്ലി പള്ളിയിൽ പോയിട്ടാണ് ഞാൻ എന്നും സ്കൂളിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ വൈകിട്ട് 7 മണി 7:30 ഇന്ന് ഷാർപ്പ് സമയമുണ്ടെങ്കിൽ ഞാനും മോനും ഞങ്ങൾക്ക് അമ്മയുണ്ട് 3 ആളും കൂടി കൊന്ത ചെല്ലും. അത് നിർബന്ധമാണ്, എവിടെ പോയാലും അത് ചെല്ലണം എന്നുള്ളതൊരു മനസ്സിലൊരു വന്നു പോയി. അങ്ങനെ എന്നും ഞങ്ങളത് മുടങ്ങാതെ ചെല്ലുന്നുണ്ട്. അതുപോലെ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥന കഴിഞ്ഞാൽ ഉടമ്പടി തൈലം മോൻ്റെ നെറ്റിയിലും അവൻ്റെ എവിടേക്കാണ് ബുദ്ധിമുട്ട്, ഞരമ്പിൻ്റെ കവറി പോയത്, കണ്ണിൻ്റെ അവിടെ, ബ്രെയിനിൽ, സ്പൈനിലൊക്കെ ആയിരുന്നു കവറിങ് പോയത്. അവിടെയൊക്കെ ഞാൻ തൈലം പുരട്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി എന്നും തേനും ഉപ്പും കഴിച്ചിരുന്നു. അതൊരു പ്രത്യേക ഒരു അനുഗ്രഹമാണ്. പിന്നെ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഞങ്ങളടുത്ത് ഒരു ക്യാൻസർ രോഗി ഉണ്ടായിരുന്നു. രോഗികളെ കാണാൻ പോകുമ്പോഴൊക്കെ ഞാൻ ഇവിടുന്ന് പോകുമ്പോൾ ഉപ്പും തൈലൊക്കെ കൂടുതൽ മേടിച്ച് പോകും, കാശ് രൂപയൊക്കെ ഞാൻ മേടിച്ച് പോകും. അതൊക്കെ ഞാൻ അവർക്ക് കൊടുക്കും, സാമ്പത്തികമായി സഹായിക്കും. അതുപോലെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മോൾക്ക്
നേഴ്സിങ്ങിന് പഠിക്കുകയാണ്, ഒരു ഫീസ് അടയ്ക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്ത് ഞങ്ങൾ സഹായിച്ചു. 1000 നന്ദി. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 15-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ യേശു പറഞ്ഞു, സ്ത്രീയെ, നിൻ്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി. പിന്നീട് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും, ഈശോ അനേകർക്ക് രോഗശാന്തി നൽകുന്നു. ഊമർ സംസാരിക്കുന്നതും വികലാംഗർ സുഖം പ്രാപിക്കുന്നതും മുടന്തർ നടക്കുന്നതും ഒക്കെ കണ്ടിട്ട് ജനക്കൂട്ടം വിസ്മയിക്കുന്നു. അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്നാണ് തുടർന്ന് തിരുവചനങ്ങൾ അരുളി ചെയ്യുക. ഇവിടെ തൻ്റെ മകൻ്റെ രോഗസൗഖ്യം പങ്കുവയ്ക്കുകയാണ് ലിസി ഡൊമിനിക്ക്. എങ്ങനെയാണ് തൻ്റെ മകന് ആരോഗ്യമുള്ള മകന് എങ്ങനെ പിന്നീട് പെട്ടെന്ന് രോഗിയാകുന്നു, ആ മകന് എന്തെല്ലാമായിരുന്നു സംഭവിച്ചു കൊണ്ടിരുന്നത്, ഇതൊക്കെ ഇവിടെ നാം കേട്ടുകഴിഞ്ഞ കാര്യമാണ്. കാനാൻകാരി സ്ത്രീ തൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ പുറകെ വരുമ്പോൾ ഒരക്ഷരം പോലും ഈശോ പറഞ്ഞില്ല എന്നാണ് തിരുവചനം പറയുക. ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല, ഒരക്ഷരം പറഞ്ഞില്ല. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവേ, ഇവൾ നമ്മുടെ പുറകെ വരുന്നുണ്ടല്ലോ, അവൾ നിലവിളിക്കുന്നല്ലോ എന്ന്. അപ്പോൾ ഈശോ പറഞ്ഞതൊക്കെ, ഇസ്രായേൽ ഗോത്രത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കാണ് ഞാൻ വന്നത്. എന്നിട്ട് ഈശോ പറഞ്ഞ വാക്കാണ്, മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ശരിയല്ല. പക്ഷേ ആ സ്ത്രീ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. ഞാൻ നായയാണ്, അതാണ് അവൾ അക്സെപ്റ്റ് ചെയ്തതിൻ്റെ അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാവുക. അതായത് നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിക്കുന്നില്ലേ കർത്താവേ എന്നവൾ ചോദിക്കുമ്പോൾ ഈശോ പ്രശംസിക്കുകയാണ് അവളെ. നിൻ്റെ വിശ്വാസം വലുതാണ്. ഇവിടെ തൻ്റെ മകൻ്റെ രോഗസൗഖ്യം അത് കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ കൃപാസന മാതാവ് എങ്ങനെയാണ് ഹോസ്പിറ്റൽ മുറിയിൽ തൻ്റെ അടുത്ത് വന്നതെന്നും തനിക്കതെങ്ങനെ വെളിപ്പെട്ട് കിട്ടിയെന്നുമൊക്കെ ഈ മകളിവിടെ പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് പെട്ടെന്നാണ് റിക്കവറി ഉണ്ടാകുന്നത്. എത്ര ഇൻ്റർവെല്ലിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന, അതായത് ഒരു ബോഡി പാർട്ടും ചലിക്കാൻ പാടില്ല, ചലിക്കുമ്പോൾ ആ മകന് അസ്വസ്ഥതകളാണ്. രോഗം എന്തായിരുന്നു എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നാം കേട്ടതാണ്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ പിന്നീട് അങ്ങോട്ട് കിട്ടുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, ഇന്ന് ഇപ്പോൾ അസുഖമേ ഇല്ല. അങ്ങനെ എങ്ങനെയാണ് തനിക്ക് തൻ്റെ മകനെ പൂർണ്ണ ആരോഗ്യവാനായിട്ട് തിരിച്ചു കിട്ടിയതെന്നും അത് വീണ്ടും ആ മകന് മറ്റൊരു, അതായത് ഇമ്മ്യൂണിറ്റി പവർ മൊത്തം കുറയുമ്പോൾ പിന്നീടുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതിൽ നിന്നും പൂർണ്ണ സൗഖ്യം, കുഞ്ഞിൻ്റെ അതായത് മകളുടെ ഡെലിവറി, അതുമൊക്കെ പരിപൂർണമായിട്ടുള്ള സംരക്ഷണത്തിന് അമ്മ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ മാറി, തൻ്റെ ജോലിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നു. ഇന്നിപ്പോൾ ജോലിയുണ്ട്, നമുക്കൊന്നും ജോലി വേണ്ട എന്ന് വെക്കാൻ പറ്റില്ല. എന്നാൽ ഈ ജോലി മൂലം നാം കർത്താവിനെ അല്പം അകറ്റി നിർത്തിയോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. പ്രാർത്ഥനയ്ക്കുള്ള സമയം, അല്ലെങ്കിൽ വിശുദ്ധ കൂദാശ ജീവിതത്തിനുള്ള പ്രാധാന്യം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോയോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഇന്നതൊക്കെ റീതിങ്ക് ചെയ്യുമ്പോൾ ഈ മകൾക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെയൊന്നും പോയാൽ പോരാ എന്ന്. അവിടെയാണ് വ്യത്യാസം വന്നത്. ആ ഒരു വ്യത്യാസമാണ് ഇന്ന് കാനാൻകാരി സ്ത്രീയെ പോലെ ഇവിടെ വന്ന് നിന്ന് ഈശോ തനിക്ക് ചെയ്ത കൃപകളെക്കുറിച്ച്, തൻ്റെ കുടുംബത്തിന് ചെയ്ത കൃപകളെക്കുറിച്ച് പറയുവാൻ ഈ കുടുംബത്തെ അർഹരാക്കുന്നത്. നമുക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൂടുതൽ കൃപകൾ ലഭിക്കുന്നവരാകാൻ, ഉടമ്പടിയിൽ കൂടുതൽ സീരിയസ് ആകാൻ, സിൻസിയർ ആകാൻ ദൈവം നമുക്ക് ഇടവരുത്തട്ടെ. കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. എൻ്റെ പേര് മേഴ്സി. ഞങ്ങൾ ഇടുക്കി ജില്ലയിൽ അണക്കരയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 4/8/2019 അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ മാസവും മുടങ്ങാതെ ഞങ്ങൾ ഈ കൃപാസനത്തിൽ വന്നു പോകുന്നുണ്ട്. ഉടമ്പടി 12 തവണ ഇന്ന് ഞാൻ പുതുക്കി.
അമ്മ മാതാവ് ഞങ്ങളുടെ കുടുംബത്തിന് തന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനാണ് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡ് രാജേഷ്, ഇതിൻ്റെ മക്കൾ അലിൻഡ, അന്ന. എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിന് സ്പോർട്സിലും ഒക്കെ നന്നായിട്ട് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതാണ്. ഒരു തവണ സ്പോർട്സിൽ അവൾക്ക് എ ഗ്രേഡോടുകൂടി കയറാൻ പറ്റി. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന പിറ്റേ വർഷം അവൾ സ്പോർട്സിന് ചെന്ന് കഴിഞ്ഞപ്പോൾ 100 മീറ്റർ പോലും അവൾക്ക് ഓടാൻ പറ്റിയില്ല. നമ്മുടെ കോവിഡിൻ്റെ വാക്സിനോ എന്തിൻ്റെയോ ഒക്കെ ഏതുകൊണ്ട് അവൾക്ക് ശ്വാസമുട്ടൽ പോലെ വന്നു. ആ വർഷം തന്നെ സഹോദരിക്ക് അടിമാലിയിൽ സ്കൂളിൽ ചെന്ന് ഡാൻസ് കളിക്കാൻ കയറി തീർന്ന വട്ടം തന്നെ പോലീസ് ജീപ്പിൽ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവിടെയും അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിച്ചു. അപ്പോഴേ ഞാൻ പിറ്റേ തവണ ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, അമ്മ മാതാവേ, അടുത്ത വർഷം കളിക്കുക എന്നുള്ളതല്ല, ഈ അസുഖം മാറി തരണം മാതാവേ. ഇതെന്താണെന്ന് ഡോക്ടർമാർക്ക് കണ്ടുപിടിക്കാൻ പറ്റണില്ല. ബൈബിൾ വായിക്കുമ്പോൾ ഞാൻ ബൈബിളിൽ ആ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു, കുഞ്ഞിൻ്റെ അസുഖം മാറിത്തരണം മാതാവേന്ന്. അതുപോലെ തന്നെ പിറ്റേ വർഷം സ്കൂളിൽ ആനുവൽ ഡേക്കാണെങ്കിലും സഹോദരിക്കാണെങ്കിലും കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലാതെ മാതാവ് അവളെ നടത്തിക്കൊണ്ട് പോയി. എല്ലാ ദിവസവും ഞാൻ തൈലം തേച്ച് സ്കൂളിൽ പോകുമ്പോൾ തൈലം തേച്ച് കൊടുത്തു വിടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. രണ്ടാമത് ഇളയാൾക്ക് തന്നെ തലയിൽ ഫംഗസ് പോലെ വന്നിട്ട് തലയിൽ വട്ടം ഇങ്ങനെ മുടി പോകുന്ന ഒരു രോഗം ഉണ്ടായിരുന്നു. അപ്പോൾ ഫംഗലിൻ്റെ ഇതാണെന്ന് പറഞ്ഞു. എത്ര മരുന്ന് കഴിച്ചാലും അപ്പം മാറും, പിന്നീട് അത് മാറുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഞാൻ എല്ലാ ദിവസവും തലയിൽ തേച്ച് കൊടുത്ത് ഇപ്പോഴവിടെ നന്നായിട്ട് മുടി വരികയും മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഇപ്പം മറ്റു കുഴപ്പങ്ങളൊന്നും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. അടുത്ത എൻ്റെ മൂത്ത മകൾ 4.5 വർഷമായിട്ട് അവൾക്ക് വയറുവേദന ഉണ്ടായിരുന്നു. അപ്പോൾ പ്ലസ് 1 വരെ ആൾ നന്നായിട്ട് പഠിക്കും, നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. +2 സ്കൂളിൽ അണക്കര മോൺഫോർട്ട് സ്കൂളിലാണ് അവൾ പഠിക്കുന്നത്, നന്നായിട്ട് പഠിക്കും. അപ്പോൾ നമ്മൾ +2 കയറിയപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, നീ മറ്റ് പരിപാടികൾക്കൊന്നും പോകരുത്, ഈ വർഷം +2 അപ്പോൾ അവിടെ ആഗ്രഹം CAക്ക് ചേരുക എന്നുള്ളതാണ്. അപ്പോൾ മാർക്കുണ്ടെങ്കിൽ മാത്രമേ നല്ല കോളേജിൽ അഡ്മിഷൻ കിട്ടുകയുള്ളൂ, അതുകൊണ്ട് മറ്റ് പ്രോഗ്രാമിനൊന്നും ചെന്ന് ചേരരുതെന്ന് അവളോട് പറഞ്ഞിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് പറയാം, അവൾ ആ വർഷത്തെ സ്കൂൾ ലീഡറായി, പള്ളിയിൽ SMIMൻ്റെ സെക്രട്ടറി ആയി. പക്ഷേ എനിക്കിതൊന്നും അത്ര സന്തോഷമുള്ള കാര്യമായിരുന്നില്ല, വിഷമം തന്നെയായിരുന്നു. കാര്യം പഠിത്തത്തിലേക്ക് ഇവൾ പുറകോട്ട് പോകുമെന്നുള്ള ഉറപ്പുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ആദ്യത്തെ പരീക്ഷ കഴിഞ്ഞ് ഞാൻ സ്കൂളിൽ സൈൻ ചെയ്യാൻ ചെന്നപ്പോൾ നന്നായിട്ട് തന്നെ ടീച്ചർമാരൊക്കെ പറഞ്ഞ കൂടെ തന്നെ മാത്സിൻ്റെ സാർ എന്നോട് പറഞ്ഞു, ചേച്ചി ടീച്ചേഴ്സ് ഡേക്ക് അവൾ നന്നായിട്ട് ആ വർക്ക് കോർഡിനേറ്റ് ചെയ്തു. അവൾ സ്കൂൾ ലീഡർ ആയതുകൊണ്ട് ആ പ്രോഗ്രാം അവളായിരുന്നു കോർഡിനേറ്റ് ചെയ്യേണ്ടിരുന്നത്. നന്നായിട്ട് അവൾ കോർഡിനേറ്റ് ചെയ്തു. അവളുടെ 1 മാസത്തെ ക്ലാസ് പോയെങ്കിലും സാരമില്ല, ഞാൻ അവൾക്ക് ആ പോയ ക്ലാസ് ഞാൻ എടുത്തു കൊടുത്തോളാമെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവൾ 1 മാസമായിട്ട് ക്ലാസ്സിൽ കയറുന്നുണ്ടായിരുന്നില്ല, ഈ കോർഡിനേഷനുമായിട്ട് നടക്കുകയായിരുന്നത്. ടീച്ചർമാരൊക്കെ നല്ലതാണ് പറയുന്നത്, അവൾ പഠിച്ചെടുത്തോളം ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും സന്തോഷമില്ലാതെ തന്നെയാണ് ഞാൻ സ്കൂളിൽ നിന്നും മടങ്ങിപ്പോയത്. എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഒരു പരിപാടിക്കും പോയി അന്ന് ചേരരുത് എന്ന് ഞാൻ പറഞ്ഞു വിട്ടിട്ട് ഇദ്ദേഹം ആ ഒരു വർഷം എല്ലാ പരിപാടിക്കും പോയി ചേർന്നല്ലോ എന്ന് വിചാരിച്ച് സങ്കടപ്പെട്ട് വന്നു. അങ്ങനെ രണ്ടാമത്തെ എക്സാം വന്നപ്പം ആൾക്ക് നല്ല വയറുവേദന. ഈ വയറുവേദന തുടങ്ങിയത് 4.5 വർഷമായിട്ട് ഈ വയറുവേദനയുണ്ട്. ഞങ്ങൾ ഇടുക്കി ജില്ലയിലായതുകൊണ്ട് തന്നെ നല്ല ആശുപത്രികളൊന്നും അവിടെ ഇല്ല. ഏതാശുപത്രിയിൽ ചെന്നാലും ഒന്നെങ്കിൽ ഗ്യാസിൻ്റേതാണെന്ന് പറയും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മറ്റ് വലിയ കുഴപ്പങ്ങളൊന്നും ഡോക്ടർമാർ പറയില്ല. പെയിൻ കില്ലർ കൊടുത്ത് ഗ്യാസിൻ്റെ ഗുളിക കൊടുത്ത് പറഞ്ഞു വിടും. ഈ കറക്റ്റ് മോഡൽ എക്സാം ആകുന്ന സമയത്ത് മാത്സിൻ്റെ എക്സാമിൻ്റെ അന്ന് തന്നെ ഇവൾ രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ പള്ളിയിൽ പോകാൻ ഒരുങ്ങിപ്പോൾ പറഞ്ഞു, എന്നെ കൊണ്ട് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, നല്ല വയറുവേദനയാണെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് രാവിലെ തന്നെ പാല മെഡിസിറ്റിയിൽ കൊണ്ടുവന്ന് അഡ്മിറ്റ് ആക്കിയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് അപ്പൻഡീസിൻ്റെ ആണ്, അല്ലാന്ന് തലേ ദിവസം പോയിട്ട് എല്ലാ ദിവസവും ഞങ്ങൾ പെയിൻ കില്ലർ കൊടുക്കുന്ന അവിടെ ഏതെങ്കിലും ഒരു ആശുപത്രി പോവുകയാണ് പതിവ്. പക്ഷെ അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് ഒരു ഹോമിയോ ഡോക്ടറുടെ അടുത്ത് പോയി ഇവൾ എവിടെയെങ്കിലും മാറി പഠിക്കാൻ പോകുമ്പോൾ ഈ പെയിൻ കില്ലർ കൊണ്ട് പറ്റില്ലല്ലോ, ഹോമിയോ എന്തെങ്കിലും ആണെങ്കിൽ മാറിപ്പോയിക്കോളൂല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഹോമിയോ ഡോക്ടറെ ചെന്ന് കണ്ടപ്പോൾ ഡോക്ടർ ഏതായാലും പെയിൻ കില്ലർ ഒന്നും കൊടുത്തില്ല, ഗ്യാസിൻ്റെ മരുന്ന് മാത്രം കൊടുത്തു. ഗ്യാസ് മാറിപ്പോയി. പിറ്റേ ദിവസം കൊച്ചിനെ എഴുന്നേക്കാൻ പറ്റാത്ത വയറുവേദന. അവിടുന്ന് മെഡിസിറ്റിയിലേക്ക് പോയി. മെഡിസിറ്റിയിൽ ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് അപ്പൻഡീസാണ്. അന്നേരം ഞങ്ങൾ അവിടെ ചെന്നതുകൊണ്ട് രക്ഷപ്പെട്ടു, അപ്പൻഡീസ് പൊട്ടാതെ. ആ ദിവസം അത് ശനിയാഴ്ചയായിരുന്നു. പിറ്റേ ദിവസം ഞായറാഴ്ച ഡോക്ടർ സർജറി ചെയ്ത് അത് മാറിക്കിട്ടി.
പക്ഷേ പിറ്റേ 2 ദിവസത്തിന് ശേഷം ഇവർക്ക് ആനുവൽ ഡേ ആണ്. സ്കൂൾ ലീഡർ ആയതുകൊണ്ട് ഇവൾക്ക് അവിടെ എത്തേണ്ട ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഈ ആനുവൽ ഡേ കഴിഞ്ഞ് വന്ന് സർജറി ചെയ്ത് കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ സമ്മതിച്ചില്ല. നിങ്ങൾ അണക്കര വരെ എത്തില്ല, അതിന് മുമ്പ് ഈ സാധനം പൊട്ടും, അതുകൊണ്ട് നിന്നെ ഞാൻ വിടാം, ആനുവൽ ഡേക്ക് മുന്നേ നിന്നെ ഞാൻ വിടാമെന്ന് പറഞ്ഞ് ആനുവൽ ഡേക്ക് മുന്നേ ഡോക്ടർ അത് സർജറി ചെയ്ത് വിടുകയും കൊച്ചിനിപ്പോൾ ഒരു കുഴപ്പമില്ലാതെ എക്സാം എഴുതാനും സാധിച്ചു. അപ്പോൾ പിന്നീടുണ്ടായ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് CAക്ക് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ അഡ്മിഷൻ കിട്ടണമെന്ന് അവൾക്കൊരാഗ്രഹമുണ്ടായിരുന്നു. ഞങ്ങൾ വേറെ ഒരു കോളേജിനെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യയിലെ തന്നെ 3ാമത്തെ റാങ്കിലുള്ള കോളേജാണ് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടേക്ക് എങ്ങനെ എത്തപ്പെടുമെന്ന് നമുക്കൊരു മെറിറ്റും ഇല്ല. മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അവിടെ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് എന്താ ചെയ്യുക, എങ്ങനെ അഡ്മിഷൻ എടുക്കണമെന്നൊരു ABCD പോലും ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ബാംഗ്ലൂർ പോകണമെന്ന് പറഞ്ഞപ്പോൾ അടുത്ത വീട്ടിലെ തന്നെ എൻ്റെ ഒരു ചേച്ചിയോട് ഞാൻ പറഞ്ഞു, ചേച്ചി ഞങ്ങളിതുപോലെ അലിൻ്റെയുടെ അഡ്മിഷനുമായിട്ട് ബാംഗ്ലൂർക്ക് പോവുകയാണ്. അപ്പോൾ ബാംഗ്ലൂർക്ക് പോവുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വിചാരം ഇവിടുത്തെ പോലെ തന്നെ നമ്മൾ കോളേജിലേക്ക് ചെല്ലുന്നു, പ്രിൻസിപ്പാളിനെ കാണുന്നു, അഡ്മിഷൻ എടുക്കുന്നു, അങ്ങനെയായിരുന്നു എൻ്റെ വിചാരം. പക്ഷേ അവിടെ പോയി ഒരു ഹോട്ടൽ ബുക്ക് ചെയ്യാൻ പോലും നമുക്ക് അന്ന് അറിവുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ ചേച്ചിയോട് പോകുകയെന്ന് പറഞ്ഞപ്പോൾ ചേച്ചിന് പറഞ്ഞു, നമ്മുടെ പള്ളിയിലുള്ള കൊച്ചച്ഛൻ ഇപ്പോൾ അവിടെയുണ്ട്. അപ്പോൾ ആ കൊച്ചച്ഛൻ്റെ നമ്പർ തരികയും കൊച്ചച്ഛനെ ഞങ്ങൾ വിളിച്ച് ധർമ്മരാം ഇടവകയിൽ ഞങ്ങൾക്കൊരു റൂം റെഡിയാക്കി തരികയും ചെയ്തു. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് മറ്റൊരു പ്രോബ്ലം അറിയുന്നത്. നമുക്ക് ആ കോളേജിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ആ കോളേജിലെ എന്തെങ്കിലും ഒരു ഐഡൻറ്റി കാർഡോ അല്ലെങ്കിൽ എന്തെങ്കിലും അവിടെ ഉണ്ടാവണം. നമുക്കല്ലാതെ ഒരു രക്ഷയില്ല. ഞങ്ങളിവിടുന്ന് വണ്ടിയൊക്കെ വിളിച്ച് 10-15,000 രൂപ മുടക്കിയാണ് ആ ബാംഗ്ലൂർ ചെല്ലുന്നത്. ഒന്നും പറ്റത്തില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഈ നമ്മുടെ അച്ഛൻ അവിടെ ഉണ്ടായിരിക്കുകയും അച്ഛൻ ഞങ്ങളെ അതുവഴിയെല്ലാം കയറ്റി ആ കോളേജിനെക്കുറിച്ചെല്ലാം പറഞ്ഞു തന്നു. പക്ഷേ എങ്കിലും അഡ്മിഷൻ എടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല. അഡ്മിഷൻ ഓൺലൈൻ വഴി മാത്രമാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. അഡ്മിഷൻ്റെ സൈറ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിഷമിച്ച് ഇവിടെ വന്ന് ഞാൻ ഉറങ്ങിയ സമയത്ത് മാതാവ് 27 ഒരു ഡേറ്റ് കാണിച്ചു തന്നു. അപ്പോൾ ഞാൻ ഈ പിള്ളേരോട് എഴുന്നേറ്റ് വന്നിച്ച് ഞാൻ പറഞ്ഞു, മാതാവ് 27 പറയുന്നൊരു ഡേറ്റ് എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങളത് എഴുതി വെച്ചോളാൻ പറഞ്ഞു. എന്നുവെച്ചാൽ പിന്നീട് ഇവർ പറഞ്ഞാൽ ഇവർ വിശ്വസിക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ജനുവരി പോയി, ഫെബ്രുവരി പോയി, നമുക്ക് ആ കോളേജിൻ്റെ ആ സൈറ്റ് ഓപ്പൺ ആവുന്നുണ്ടായിരുന്നില്ല. മാർച്ച് മാസം ഈ അച്ഛൻ തന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി ആ സൈറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്, ചേച്ചി ഒന്ന് അക്ഷയായി പോയി ശരിയാക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അക്ഷയായി ചെന്നു. അക്ഷയായി ചെന്നപ്പോൾ ആദ്യത്തെ സൈറ്റ് ഓപ്പണായി. ആദ്യത്തെ റിട്ടേൺ ടെസ്റ്റ് കിട്ടിയത് ഒരു 7-ാം തീയതിയാണ്. ഇവൾക്ക് ഇൻ്റർവ്യൂ കിട്ടുന്നത് അടുത്ത മാസം 17-ാം തീയതിയാണ്. അപ്പോൾ ഞാൻ ഇറങ്ങി വന്നിട്ടാണ് ഈ ഡേറ്റ് 2 ഞാൻ നോക്കുമ്പോൾ ഒരു 7. ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് ഒരു 27-ാം തീയതി. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു, കണ്ടോ മക്കൾ, ഇതാണ് മാതാവ് കാണിച്ചു തന്ന 27-ാം തീയതി എന്ന് പറഞ്ഞു. റിട്ടേൺ ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ നടന്നു. അതിനുശേഷം സെൻട്രൽ ക്യാമ്പസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടിയില്ല. യശ്വന്തപുരം ക്യാമ്പസിൽ ഞങ്ങൾക്ക് അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടുന്നത് ഏപ്രിൽ 27-ാം തീയതി ആയിരുന്നു അഡ്മിഷൻ ഞങ്ങൾക്ക് അവിടെ ലഭിച്ചത്. അതിനുശേഷം മെയ് മാസം 27-ാം തീയതി ഞങ്ങളോട് പേരൻസിനോട് അവിടെ ചെല്ലാൻ പറയുകയും ഞങ്ങളവിടെ ചെന്ന് അതിൻ്റെ ഫോർമാലിറ്റീസ് എല്ലാം ചെയ്യുകയും ചെയ്തു. ജൂൺ 27-ാം തീയതി കൊച്ചിനെ ക്ലാസ് തുടങ്ങുകയും ചെയ്തു. അങ്ങനെ മാതാവ് കാണിച്ചു തന്ന 27 എന്നുള്ള ഡേറ്റിൽ തന്നെ എല്ലാം നടക്കുകയും ചെയ്തു. ഇനി അവൾക്ക് +2 കിട്ടിയ മാർക്കും അതിനുശേഷം BCom വിത്ത് CA ആണ് അവൾ എടുത്തിരിക്കുന്നത്. BComന് കിട്ടിയ മാർക്കിനെ കുറിച്ചും കൊച്ചു തന്നെ പറയുന്നതാണ്. എൻ്റെ പേര് അലിൻഡ. ഞാനിപ്പോൾ ബാംഗ്ലൂരിൽ BCom വിത്ത് CA ചെയ്യാണ്. അപ്പം +2 തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ നന്നായിട്ട് പോയി. പക്ഷേ പകുതി ആയിക്കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്കൂളിലെ പ്രോഗ്രാമുകളെല്ലാം വന്ന് എൻ്റെ കുറേ ക്ലാസ്സുകൾ മിസ് ചെയ്തു. അന്നേരം അതെനിക്ക് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല, ഞാൻ മൈൻഡ് ചെയ്യുന്നില്ലായിരുന്നു സ്റ്റഡീസിനെ പറ്റി. പിന്നെ എക്സാം അടുത്ത് ഒരു മാസമൊക്കെ ആയി മോഡൽസ് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എനിക്കൊന്നും അറിയത്തില്ല. പക്ഷേ ഇത്രയും കാലത്തെ മാർക്കൊക്കെ വെച്ച് ടീച്ചേഴ്സിനാണേലും പേരൻസിനാണേലും കൂടെ പഠിക്കുന്നവർക്കാണെങ്കിലും എന്നെക്കാട്ടിലും ഭയങ്കര പ്രതീക്ഷയാണ്. ഞാൻ ഇവിടെ തോറ്റു പോകുന്നുള്ള അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. അപ്പം ഈ എക്സാമിന് ഒരു മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാർക്കുകളൊക്കെ വളരെ കുറവാണ്. ടീച്ചർമാരൊക്കെ എന്ത് പറഞ്ഞാലും അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഫൈനലിൽ എത്തുമ്പോൾ ഞാൻ റാങ്ക് എനിക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു. ഈ പ്രതീക്ഷ തന്നെ എനിക്ക് ടെൻഷൻ കൂട്ടി. പിന്നെ അമ്മ പറഞ്ഞ പ്രകാരം ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഒരു % വെച്ച് ഇടാൻ തുടങ്ങി. അങ്ങനെ എക്സാം തീരുന്നോടം വരെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് എക്സാമിന് ഇത്ര % വെച്ച് തരികയാണെങ്കിൽ ഞാൻ ഉടമ്പടി എടുത്തേക്കാമെന്നും മാതാവിന് നേർന്നായിരുന്നു. എക്സാമിന് പോകുന്നതിന് മുമ്പ് കൃപാസനത്തെ വിശുദ്ധ വസ്തുക്കളെല്ലാം ഉപയോഗിച്ചിട്ടാണ് ഞാൻ എക്സാമിനും പൊയ്ക്കൊണ്ടിരുന്നത്. കാശുരൂപം കൈ പിടിച്ചിട്ടാണ് എക്സാം എഴുതിയതും. എക്സാം എഴുതി കഴിഞ്ഞിട്ട് കാശുരൂപം വെച്ച ആ പേപ്പറിൽ പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്.
സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഈ പിന്നീട് കറക്റ്റ് ചെയ്യുന്ന ടീച്ചർമാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ട് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ സ്കൂളിൽ തന്നെ 3rd റാങ്കിൽ വന്ന് എനിക്ക് +2 മാർക്ക് കിട്ടി. പിന്നെ ഞാനിവിടെ ക്രൈസ്റ്റിൽ ഫസ്റ്റ് സെമ്മിൻ്റെ എക്സാമാണ്. എക്സാമിന് എനിക്ക് ലോയും ഇക്കണോമിക്സും 2 ഭയങ്കര പാടുള്ള വിഷയങ്ങളാണ്. എനിക്ക് ഒന്നും മനസ്സിലാകാത്ത 2 വിഷയങ്ങളാണ്. ഇപ്പോഴും അതിൻ്റെ ഒരു ചാപ്റ്ററിനെ പറ്റി ഒന്നും എനിക്കറിയില്ല. അപ്പം ഈ 2 സബ്ജക്റ്റും പെർ സബ്ജക്റ്റിന് ഞങ്ങൾക്ക് എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം സപ്ലിമെൻ്ററി എക്സാം എഴുതാൻ തോക്കാനായിട്ട്. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ കോൺഫിഡൻസ് മൊത്തം പോയായിരുന്നു. കാരണം എൻ്റെ തലയിലോട്ടൊന്നും കയറുന്നില്ലായിരുന്നു. പിന്നെ എക്സാം ആയപ്പോൾ രാവിലെ എന്ത് എഴുതണമെന്ന് പോലും അറിയാതെ ഞാൻ എക്സാം ഹാളിൽ ചെന്നിരിക്കുകയായിരുന്നു. പരീക്ഷ തീരാനായിട്ട് 1 മണിക്കൂർ കൂടി ഉണ്ടായിരുന്നു. അപ്പോഴേക്കും തന്നെ ഞാൻ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വന്നായിരുന്നു, വളരെ സങ്കടത്തോടെ. എഴുതാനൊന്നും ഇല്ലാത്തതുകൊണ്ട്. എന്നാലും ഞാൻ കാശുരൂപമായിട്ടാണ് പോയത്. രാവിലെ എണ്ണ തേച്ചിട്ടൊക്കെയാണ് പോയത്. ആ കാശുരൂപം ആ ആൻസർ ഷീറ്റിൽ വെച്ചിട്ട് ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് വന്നു. വിശ്വാസപ്രമാണം ചൊല്ലി സബ്മിറ്റ് ചെയ്തു പേപ്പർ. വീണ്ടും ഇഷ്ടംപോലെ സമയം ഉണ്ടായിരുന്നു. ഞാൻ ചുറ്റും നോക്കുമ്പോൾ പിള്ളേരെല്ലാം ഇരുന്ന് എഴുതുവാണ്. എനിക്ക് മാത്രം ഒന്നും എഴുതാനില്ലാഞ്ഞുകൊണ്ട് ഞാൻ ഇറങ്ങിപ്പോന്നു. വെളി വന്ന് വളരെ സങ്കടത്തോടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ റിസൾട്ട് വരുമ്പോഴൊക്കെ ഞാൻ എന്നും വീട്ടിൽ വിളിച്ച് പറയായിരുന്നു, മിക്കവാറും തോറ്റു പോകുമായിരിക്കും, 700 രൂപ റെഡിയാക്കി വെച്ചോ, സപ്ലിമെൻ്ററി എക്സാം എഴുതേണ്ടി വരും, അല്ലെങ്കിൽ ഫീസിൻ്റെ 10% കൊടുക്കേണ്ടിയൊക്കെ വരുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ 2 സബ്ജക്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, എന്തായാലും ഞാൻ തോക്കുമെന്നാണ് തോന്നുന്നതെന്ന് പറഞ്ഞു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞാൻ ഫസ്റ്റ് ക്ലാസ്സോടെ പാസ്സായി. ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിൽ ഞങ്ങളൊരു 10 വർഷമായിട്ട് വിശുദ്ധ കുർബാന ഞങ്ങൾ മുടക്കാറില്ല. എന്തെങ്കിലും അസുഖമോ അങ്ങനെ എന്തെങ്കിലും വന്നാൽ മാത്രമാണ് ഞങ്ങളുടെ വിശുദ്ധ കുർബാന മുടങ്ങാറുള്ളത്. എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയും ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങൾക്കൊരു കടയാണ്, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയങ്ങൾ കിട്ടാറുണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കാനും കൊന്തെത്തിക്കാനും. അങ്ങനെ ഒരുപാട് പ്രാർത്ഥനാ ജീവിതത്തിൽ ഒത്തിരി നല്ല മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ കടയായതുകൊണ്ട് തന്നെ ഒരിക്കൽ പോലും ഒരു എക്സ്ട്രാ ലാഭം ഞങ്ങൾ ഒരിക്കൽ പോലും എടുത്തിട്ടില്ല. എക്സ്ട്രാ ലാഭം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും കൂടുതലായിട്ട് 1 രൂപ പോലും ഞാൻ എടുക്കാറില്ല. അഥവാ ആരുടെയെങ്കിലും എന്തെങ്കിലും എൻ്റെ അറിവില്ലായ്മ കൊണ്ട് അറിയാതെ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കണ്ടുപിടിച്ച് ഞാനത് തിരിച്ചു കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ആര് സഹായം ചോദിച്ചാലും ഞങ്ങൾ ചെയ്യും. അടുത്ത ദിവസം തന്നെ ഒരു കുഞ്ഞിനെ അഡ്മിഷന് പൈസ ഇല്ല, ചേർക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ കുഞ്ഞിന് തന്നെ ഈ മാർച്ചിൽ നല്ലൊരു എമൗണ്ട് ഉണ്ടാകണം അടുത്ത സെമസ്റ്റർ അടയ്ക്കണം. അത് തന്നെ എങ്ങനെയെന്ന് നമുക്ക് മുന്നിൽ ഒരു ചോദ്യമായിട്ട് നിൽക്കുമ്പം തന്നെ ആ കുഞ്ഞിൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു, വിഷമിക്കേണ്ട, ഫീസ് ഞാൻ അടച്ചോളാം, നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാകുമ്പം എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞ് ആ കൊച്ചിൻ്റെ ഇന്ന് അടയ്ക്കേണ്ടതായിരുന്നു. ഇന്ന് ഇങ്ങോട്ട് വന്നതുകൊണ്ടാണ് ഞാൻ അടയ്ക്കാതെ അടുത്ത ദിവസം ഞങ്ങളത് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ നല്ല ഒരു ഇഷ്ടമാണ് ഈ ഉടമ്പടി തുടങ്ങിയതിൽ. പിന്നെ അമ്മ നല്ല എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ കുടുംബത്തോടെ നന്ദി പറയുന്നു. ഹബക്കൂക്ക് പ്രവാചകൻ്റെ പുസ്തകം 3:19. കർത്താവായ ദൈവമാണ് എൻ്റെ ബലം, കലമാൻ്റെ പാദങ്ങൾക്ക് എന്നതുപോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി, ഉന്നതങ്ങളിൽ അവിടുന്ന് എന്നെ നടത്തുന്നു. മേഴ്സി ചാക്കോ എന്ന ഈ സഹോദരി, ജീവിത പങ്കാളി, 2 മക്കൾ, വലിയ സന്തോഷത്തോടുകൂടി കുടുംബത്തിൽ ലഭിച്ച വലിയ നന്മകളെ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുസന്നിധിയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തന്നെ ആദ്യം പറയുന്നുണ്ട് 12 തവണ ഉടമ്പടി പുതുക്കി എന്നത്. ഉടമ്പടിയിലുള്ള വിശ്വസ്തതയുള്ള ജീവിതത്തെയാണ് അതിലൂടെ ഈ കുടുംബം വെളിപ്പെടുത്തുന്നത്. ഉടമ്പടിയിൽ എന്തുമാത്രം അമ്മ മാതാവിൽ ശരണപ്പെടുന്നു, എത്ര സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ആ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നു. അനുദിന ദിവ്യബലിയിലും ആത്മീയ ജീവിതത്തിലും എപ്പോഴും ഏറ്റവും ശ്രദ്ധയോടെ സ്വയം സമർപ്പിക്കുവാനും കുടുംബത്തിലെല്ലാവരെയും ചേർത്ത് സമർപ്പിക്കുവാനും നിരന്തരം ശ്രദ്ധിക്കുന്നു. അതിനെയാണ് ആദ്യ വാക്കുകളിൽ സഹോദരി പങ്കുവയ്ക്കുവാൻ ശ്രമിച്ചത്. പിന്നീട് സൂചിപ്പിച്ചത് മകളുടെ രോഗസൗഖ്യത്തെക്കുറിച്ചാണ്. മകൾക്കുണ്ടായ ശാരീരികമായ വൈയായികകളിൽ 2 തവണയായി വന്ന രോഗാവസ്ഥകളിലും ഉടമ്പടിയുടെ നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും അമ്മ മാതാവിനുള്ള നിരന്തരമായ ശരണപ്പെട്ടുള്ള പ്രാർത്ഥനയിലൂടെയും അവിടെ പ്രദേശത്ത് നല്ല ആശുപത്രികൾ ഇല്ലാതിരുന്നതുകൊണ്ട് പെട്ടെന്ന് തുടർച്ചയായുണ്ടായ വയറുവേദന അത് എന്തെന്നറിയാതെ ഒരു നല്ല ആശുപത്രിയിലേക്ക് തക്ക സമയത്ത് എത്തിച്ചേർക്കുവാനും അത് ഓപ്പറേഷൻ ചെയ്തില്ലായിരുന്നെങ്കിൽ വലിയ രീതിയിൽ ദോഷങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ള രോഗാവസ്ഥ അപ്പൻഡിസൈറ്റിസിൻ്റെത്.
അത് തക്ക സമയത്ത് ഓപ്പറേഷൻ ചെയ്ത് നീക്കി പൂർണ്ണ ആരോഗ്യം മകൾക്ക് ലഭിക്കുവാനും ഒക്കെ ദൈവം അമ്മ മാതാവിലൂടെ ഒരുക്കിയ വഴികളെ കുടുംബം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണത്തിന് നന്ദി പറയുന്നുണ്ട്. +2 പരീക്ഷ എഴുതുന്ന നാളുകളിൽ മകൾ മറ്റെല്ലാ കാര്യങ്ങളിലും വ്യാപൃതയായിരുന്നതുകൊണ്ട് സ്കൂളിൻ്റെ ലീഡറും മറ്റെല്ലാ കായിക ഇടങ്ങളിലും സ്കൂളിൻ്റെ മറ്റെല്ലാ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കുചേർന്നിരുന്നത് കൊണ്ട് ഒത്തിരി ക്ലാസ്സുകൾ നഷ്ടപ്പെട്ടതും പഠനത്തിൽ പിന്നോക്കം പോയോ എന്ന് ഏറെ ആശങ്കയോടെ പരിഭ്രമിച്ചിരുന്നുവെങ്കിലും അമ്മ മാതാവ് ആ പഠനത്തിൻ്റെ പരീക്ഷാ അവസരങ്ങളിൽ പ്രത്യേകമായി സഹായിക്കുകയും മികച്ച വിജയം നൽകി 3ാം റാങ്ക് നൽകി സ്കൂളിലെ ടോപ്പ് സ്കോററായി അത് പഠനം പൂർത്തീകരിക്കുവാനുള്ള വഴികൾ ഒരുക്കി കൊടുത്തതിനെ സന്തോഷത്തോടു കൂടി കുടുംബം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. CA പഠിക്കുന്നതിന് വേണ്ടിയുള്ള ആഗ്രഹത്തോടു കൂടി ബാംഗ്ലൂർ പോയതും ഒന്നും അറിയാതെ ചെന്ന ഇടത്ത് അവിടെ ഒരു വൈദികൻ്റെ സഹായത്തോടു കൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെട്ടതും അത് 27 ഒരക്കം പ്രാർത്ഥനാ നിമിഷങ്ങളിൽ അമ്മ മാതാവ് തോന്നിച്ചു കൊടുത്തത് മക്കളുടെ വിശ്വാസത്തിന് വേണ്ടി അത് എഴുതി വെപ്പിച്ചതും ആപ്ലിക്കേഷൻ കൊടുത്തത് ഒരു 27-ന്, അഡ്മിഷൻ എടുക്കുന്നത് മറ്റൊരു 27-ന്, ക്ലാസ് തുടങ്ങുന്നത് വേറെ ഒരു 27-ന്, അങ്ങനെ ഏതാണ്ട് 4 തവണയായിട്ട് മാർച്ച് 27, ഏപ്രിൽ 27, ജൂൺ 27 എന്നിങ്ങനെ ഓരോരോ മാസവും ആ 27 അമ്മ മാതാവ് സന്ദേശം കൊടുത്ത തീയതികളിൽ തന്നെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ആ CAയുടെ അഡ്മിഷൻ കിട്ടിയതിനെയാണ് സഹോദരി സാക്ഷ്യപ്പെടുത്തിയത്. ഡേറ്റിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു അക്കം നമ്മുടെ മനസ്സിലേക്ക് അമ്മ മാതാവ് തെളിയിച്ചു തരുമ്പോൾ സമയഘടികാരം നെഞ്ചിൽ ചാർത്തിയ അമ്മ സമയത്തിനുമേലുള്ള തൻ്റെ അധികാരത്തെയും സ്വാധീനത്തെയുമാണ് നമുക്കെപ്പോഴും വെളിപ്പെടുത്തി തരിക. അതിൻ്റെ സന്തോഷവും സ്നേഹവുമാണ് ഈ കുടുംബം വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത്. മകൾ പറയുന്നുണ്ട്, പരീക്ഷയ്ക്ക് വേണ്ടി ചെന്നിരിക്കുമ്പോൾ 2 ഏറ്റവും ഗൗരവമുള്ള പ്രയാസമേറിയ 2 വിഷയങ്ങൾ മകൾക്കുള്ളത് ലോയെക്കുറിച്ചും എക്കണോമിക്സിനെക്കുറിച്ചും. മറ്റെല്ലാവരും നന്നായി എഴുതുമ്പോഴും തനിക്കധികമൊന്നും എഴുതാൻ ഇല്ലാതെ അറിയാവുന്നതൊക്കെ എഴുതി വെച്ച് പരിശുദ്ധമഴ ഉടമ്പടി കാശുരൂപം ആ ഉത്തരക്കടലാശരൂപങ്ങളിൽ വെച്ച് പ്രാർത്ഥിച്ച് അമ്മ കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങിയിട്ട് തോറ്റാൽ 700 രൂപ ഫൈനടയ്ക്കുവാൻ തയ്യാറാകണമെന്ന് വീട്ടിൽ വിളിച്ച് പറയുകയും ചെയ്യുന്നു. എങ്കിലും പ്രത്യാശയുള്ള പ്രാർത്ഥന നമുക്കെപ്പോഴും അനുഗ്രഹമായി ഭവിക്കും. സംശയിക്കുമ്പോൾ നമുക്കത് പലപ്പോഴും കരഗതമാവാതെ പോവുകയും ചെയ്യും. മകളുടെ പ്രത്യാശയുള്ള പ്രാർത്ഥന ആ ക്ലേശകരമായ വിഷയങ്ങളെ ഫസ്റ്റ് ക്ലാസ്സോടുകൂടി വിജയിക്കുവാൻ സാധിച്ചതിന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ഈ കുടുംബത്തിൻ്റെ സാക്ഷ്യത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആ കുടുംബത്തിലുള്ള ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. കുടുംബം ഒരുമിച്ച് കഴിഞ്ഞ 10 വർഷമായി ദിവ്യബലിയിൽ പങ്കുചേരുന്നു എന്നത് ആ കുടുംബത്തിൻ്റെ ആത്മീയ വളർച്ചയെ സൂചിപ്പിക്കുന്നുണ്ട്. അന്യായമായി യാതൊന്നും കൈപ്പറ്റാതെ കച്ചവടത്തിൽ പുലർത്തുന്ന നീതിബോധം, മറ്റുള്ളവരോട് കാണിക്കുന്ന കാരുണ്യം, ജീവിതത്തിൽ പുലർത്തുന്ന അച്ചടക്കം, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്, അതൊക്കെയും പക്വതയുള്ള ആത്മീയ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളാണ്. കുടുംബം ഒരുമിച്ച് ഈ അൾത്താരയിൽ ഈ സാക്ഷ്യം ഇങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ ഓരോ കുടുംബത്തിനും ഇതൊരു മാതൃകയാണ്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ കുടുംബത്തിലെല്ലാവരെയും അത് ശുദ്ധീകരിക്കുന്നു. കുടുംബത്തിലെല്ലാവർക്കും അത് ആത്മീയ വളർച്ചയ്ക്ക് കാരണമാകുന്നു. കുടുംബത്തിൻ്റെ എല്ലാവരുടെയും പ്രാർത്ഥനകളെ കൂടുതൽ പ്രത്യാശയോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനുള്ള ഊർജ്ജമായി അത് മാറുകയും ചെയ്യുന്നു. നമ്മുടെ കുടുംബങ്ങളും കൂടുതൽ വേഗത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി കൃപാസനം അമ്മ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നന്മകളെയോർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. എൻ്റെ പേര് ജെയ്മി വിനീഷ്. ഞാൻ ഓണംകുളത്തു നിന്നാണ് വരുന്നത്. പെരുമ്പാവൂരിന് അടുത്തുള്ള സ്ഥലമാണ്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് 2022 ഫെബ്രുവരി മാസത്തിലാണ്. ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ OET എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യത്തെപ്പറ്റി പറയാനും എൻ്റെ എക്സാമിൻ്റെ കാര്യം പറയാനും വേണ്ടിയാണ്. എൻ്റെ അമ്മ 9 വർഷമായിട്ട് ഒരു ഡയബറ്റിക് പേഷ്യൻ്റാണ്. അതുകൂടാതെ അമ്മയ്ക്ക് BP ഉണ്ട്. അപ്പോൾ ഷുഗർ കൂടിയത് കൊണ്ട് അമ്മയ്ക്ക് ക്രിയാറ്റിനും കൂടുതലായിരുന്നു. ഞങ്ങൾ ഡോക്ടറെ റെഗുലറായിട്ട് കൺസൾട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോഴെല്ലാം ഡോക്ടർ ഡയാലിസിസിൻ്റെ കാര്യം പറയുന്നുണ്ടായിരുന്നെങ്കിലും അമ്മയ്ക്ക് പേടിയായതുകൊണ്ട് ഡയാലിസിസ് പോസ്റ്റ്പോൺ ചെയ്ത് വെച്ചു. ഒരു ദിവസം അമ്മയ്ക്ക് പെട്ടെന്ന് പ്രഷർ കൂടി. കാരണം അമ്മ 2 ദിവസമായിട്ട് ഭക്ഷണം കഴിക്കുന്നില്ല, വിശപ്പില്ലാതിരുന്നു.
അപ്പോൾ പ്രഷർ കൂടി ഞാൻ അവിടെ ഒരു മരണാവശ്യത്തിന് ചെന്നപ്പോൾ അമ്മയ്ക്ക് തീരെ വയ്യ. അപ്പോൾ ഞാൻ അമ്മയോട് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്. അപ്പോൾ BP നോക്കിയപ്പോൾ BP ഒത്തിരി കൂടുതലാണ്. ഞാനങ്ങനെ എൻ്റെ വീട്ടിലോട്ട് കൊണ്ടുവന്നു. അവിടെ വന്ന് നോക്കിയപ്പോഴും അമ്മയ്ക്ക് BP കൂടുതലാണ്. അമ്മ പറഞ്ഞു ചെറുതായിട്ട് എനിക്കൊരു ചെസ്റ്റ് പെയിൻ വരുന്നുണ്ട് ലെഫ്റ്റ് സൈഡിൽ, എനിക്കെന്തോ ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എമർജൻസിയിൽ ചെന്നു, അമ്മേനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഹോസ്പിറ്റലിൽ. അവിടെ ചെന്ന് അവർ ECG എടുത്തു. ECG എടുത്തപ്പോൾ ചെറിയൊരു വേരിയേഷൻ അതിനകത്ത് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു പേടിക്കാനൊന്നും ഇല്ല, ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, അത് മെഡിസിനും കൊണ്ട് തീരാവുന്നതേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതുകൂടാതെ അമ്മയ്ക്ക് BP കൂടിയത് കൊണ്ട് അതിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് 2 ദിവസം അഡ്മിറ്റ് ആക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ അഡ്മിറ്റായി. 2ാമത്തെ ദിവസം ഇഞ്ചക്ഷൻ പോയിക്കൊണ്ടിരുന്നു. അന്ന് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം അമ്മയ്ക്ക് ഡിസ്ചാർജ് തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ മെഡിസിൻ നമ്മൾ ഫാർമസി പോയി മേടിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വൈകിട്ടത്തെ ഇഞ്ചക്ഷൻ മേടിക്കാനായിട്ട് ഫാർമസി പോയി. തിരിച്ചു വരുമ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അമ്മയുടെ അടുത്ത്. അപ്പോൾ അമ്മ റൂമിൽ ഒറ്റയ്ക്കാണ്. ഞാൻ പോയ സമയത്ത് ഞാൻ തിരിച്ചു വരുമ്പോൾ അമ്മ എന്നെ വിളിക്കുന്നതായിട്ട് ഞാൻ കേൾക്കിട്ടു. ഞാൻ ഓടിച്ചെന്ന് നോക്കിയപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് തല കറങ്ങുവാണ്. അപ്പം ഞാൻ പെട്ടെന്ന് സിസ്റ്ററെ വിളിച്ചു. അവർ ഓടി വന്ന് നോക്കിയപ്പോൾ പൾസും BP ഒത്തിരി ലോ ആയിപ്പോയി. അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടർ വന്നു. ഡോക്ടർ പറഞ്ഞു പെട്ടെന്ന് തന്നെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അമ്മയെ ICUലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ വെൻറ്റിലേറ്ററിലാക്കുകയാണ്, നിങ്ങൾ ആർക്കെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളൂ, അമ്മേനെ വെൻറ്റിലേറ്ററിലേക്ക് മാറ്റുകയാണ്, അമ്മ റെസ്പോണ്ട് ചെയ്യുന്നില്ല, അമ്മയുടെ പൾസും BPയും പിന്നെ ലോ ആയിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, വേറെ ആരും ഇല്ല അവിടെ. ഞാൻ പെട്ടെന്ന് എൻ്റെ അഭിഷനെ വിളിച്ചു, ഹോസ്പിറ്റലിലേക്ക് വരാൻ പറഞ്ഞു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ വെൻറ്റിലേറ്ററിലാക്കിയെങ്കിലും അമ്മയ്ക്ക് റെസ്പോൺസ് ഒന്നുമില്ല, അമ്മ മരിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ അറിയിച്ചോളൂ, വേറെ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾക്ക് ഇനി ആരെങ്കിലും വരാനുണ്ടെങ്കിൽ 24 മണിക്കൂർ നേരത്തേക്ക് വെൻറ്റിലേറ്ററിൽ അമ്മേനെ കിടത്താം, അല്ല ഇപ്പോൾ ഊരണം എന്നുണ്ടെങ്കിൽ ഊരാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെയൊക്കെ വല്ല ദൈവമുണ്ടല്ലോ. ഞാൻ കാശ് രൂപം കൈ പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടറോട് പറഞ്ഞു 24 മണിക്കൂർ വെൻറ്റിലേറ്ററിലാക്കണം, വെൻറ്റിലേറ്ററിൽ മാറ്റണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ എന്നോട് പറഞ്ഞു വേണമെങ്കിൽ അകത്ത് കയറി കണ്ടോളൂ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ ICUവിൽ കയറി കണ്ടപ്പോൾ അവിടുത്തെ സിസ്റ്ററിനോട് ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ കാശ് രൂപ ഉണ്ട്, ഒരു കൊന്തയിലായിരുന്നു എൻ്റെ കാശ് രൂപ ഉണ്ടായിരുന്നത്. ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഈ കാശ് രൂപ ഒന്ന് എൻ്റെ അമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ആ ഹോസ്പിറ്റലിൻ്റെ അകത്ത് തന്നെ ഒരു ചാപ്പലുണ്ടായിരുന്നു. ഞാൻ ആ ചാപ്പലിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും എൻ്റെ കസിൻസൊക്കെ വന്നിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഞാനിങ്ങനെ പോവുകയാണ്, ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു പോയി. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വന്നു. ഒരു 20 മിനിറ്റ് കഴിഞ്ഞാണ് ഡോക്ടർ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്തോ മിറാക്കിൾ സംഭവിച്ചിട്ടുണ്ട്, അമ്മയുടെ പൾസും BPയും കൂടുന്നുണ്ട്, നമുക്ക് വേണമെങ്കിൽ ഒരു ഡയാലിസിസ് ചെയ്ത് നോക്കാം, എന്നാലും ഒരു 2% അമ്മയ്ക്ക് കിട്ടാൻ ചാൻസ് ഉള്ളൂ അമ്മേനെ, നിങ്ങൾ ഹോപ്പൊന്നും വയ്ക്കേണ്ട. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടർ 2% ഉണ്ടല്ലോ, ഡയാലിസിസ് ചെയ്തോളാം പറഞ്ഞു. അത് കഴിഞ്ഞ് ഡോക്ടർ പെട്ടെന്ന് തന്നെ ഡയാലിസിസ് ചെയ്ത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിയുമ്പോൾ ഡോക്ടർ വീണ്ടും വന്നിട്ട് പറഞ്ഞു എന്തോ മിറാക്കിൾ ഇതിൽ സംഭവിച്ചിട്ടുണ്ട്, എന്താണെന്ന് അറിയില്ല, അമ്മ നോർമലായി, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മയുടെ പൾസും BPയും എല്ലാം ഓക്കെ ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും വെൻറ്റിലേറ്ററിലാക്കി, അപ്പോൾ നാളെ രാവിലെ വെൻറ്റിലേറ്ററിൽ മാറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി. അത് കഴിഞ്ഞ് ഈവനിങ് ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു പിറ്റേ ദിവസം റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മയ്ക്ക് പെട്ടെന്ന് എവിടെ നിന്നോ ബ്ലീഡിങ്, അമ്മയുടെ HB തീരെ ലോ ആയി പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ HB കുറഞ്ഞു പോവുകയാണ്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തോ ഇൻഡസ്ട്രിയൽ ബ്ലീഡിങ് വന്നിട്ടുണ്ട്, എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല, ഇവിടെ ഗ്യാസ്ട്രോ ഇല്ല, അപ്പോൾ നിങ്ങൾ വേറെ ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ അടുത്ത് വേറൊരു ഹോസ്പിറ്റലിലോട്ട് പോയി. അവിടെ ചെന്ന് എമർജൻസിയിലാണ് ചെന്നത്. അത് ICU ആംബുലൻസിലാണ് അമ്മേനെ കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഗ്യാസ്ട്രോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അമ്മേനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ക്രിയാറ്റിനും കൂടുതലാണ്, CT ചെയ്യാണ്ട് ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നെഫ്രോനെ കൺസൾട്ട് ചെയ്തു. അപ്പോൾ നെഫ്രോ പറഞ്ഞു കുഴപ്പമില്ല, നെഫ്രോയുടെ ജൂനിയർ ഡോക്ടർ വന്ന് കണ്ടിട്ട് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങളുടെ അടുത്ത് നിന്ന് അപ്രൂവൽ തരാം, കാരണം ഡയാലിസിസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, ക്രിയാറ്റിൻ കൂടുതലാണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഡയാലിസിസ് ചെയ്തു, CT ചെയ്തു. അതിൻ്റെ ബ്ലീഡിങ് അൾസറാണെന്ന് മനസ്സിലായി ഇൻഡസ്ട്രിയിൽ. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു. ഇപ്പോൾ അമ്മ ഓക്കെയാണ്. ഇപ്പോൾ അമ്മ വീക്ക്ലി ടോയ്സ് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അമ്മയാണ് നിൽക്കുന്നത്. അമ്മയ്ക്ക് ചെറിയൊരു വീക്ക്നെസ് ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ അമ്മ നടക്കും, അത്യാവശ്യം കാര്യങ്ങളെല്ലാം ചെയ്യും. മരിച്ചു എന്ന് പറഞ്ഞ് ഡോക്ടർ വിധി എഴുതിയ എൻ്റെ അമ്മയാണ്. അത് കഴിഞ്ഞൊരു 6-7 മാസം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു ആവശ്യത്തിന് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ എൻ്റെ അടുത്ത് ആദ്യം എന്നോട് ചോദിച്ചത് അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നാണ്. ഞാൻ പറഞ്ഞു അമ്മ ഓക്കെയാണ് ഡോക്ടർ, 2 പ്രാവശ്യം ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, വീക്കിലി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോഴും എനിക്കതൊരു അത്ഭുതമാണ്, ഒരു 6-7 മാസം കഴിഞ്ഞു കാണും, എന്നിട്ടും ഡോക്ടറിനോട് പറഞ്ഞു ഇപ്പോഴും അതൊരു മിറാക്കിളായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മയുടെ കരുണ കൊണ്ട് എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ച് കിട്ടിയതാണെന്ന് പറഞ്ഞു. എൻ്റെ അമ്മയെ എനിക്ക് തിരിച്ചു തന്ന ദേവമാതാവിന് 1000 നന്ദി.
കൂടാതെ അടുത്തത് എനിക്ക് പറയാനുള്ളത് എൻ്റെ എക്സാമിൻ്റെ കാര്യമാണ്. ഞാൻ OET 4 പ്രാവശ്യം എഴുതിയ ഒരാളാണ്. എന്നിട്ടും എനിക്ക് സ്പീക്കിംഗ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നു. എനിക്ക് സ്പീക്കിംഗ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ സ്പീക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഞാൻ ഭയങ്കരമായിട്ട് നെർവസ് ആവും. അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ കിട്ടില്ല. എനിക്ക് എല്ലാം അറിയാമെങ്കിലും ഒന്നും പറയാൻ കിട്ടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അവസാനം എഴുതിയിട്ടും എൻ്റെ സ്പീക്കിംഗ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഞാൻ ഒരു പ്രാവശ്യം എഴുതിയ എക്സാം, എന്നിട്ടും എനിക്ക് സ്പീക്കിംഗ് ക്ലിയർ ആയില്ല. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറയുന്നത് സ്പീക്കിംഗ് മാത്രമായിട്ട് എഴുതി ന്യൂസിലാൻഡിൽ പോകാനായിട്ട് അങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ സ്പീക്കിംഗ് മാത്രമായിട്ട് എഴുതി. അപ്പോൾ ഇവിടെ എഴുതുന്നതിന് മുന്നേ ഞാൻ ഉടമ്പടി പുതുക്കി ജോസഫ് അച്ഛൻ്റെ അടുത്ത് ബ്ലെസ്സിങ് മേടിച്ചിട്ടാണ് പോയത്. അവിടെ ചെന്നു എക്സാം ഹാളിൻ്റെ ഫ്രണ്ടിൽ ഞാൻ ഇരുന്നു. ഫ്രണ്ടിലിരുന്നപ്പോൾ അവിടെ ഡോറയിൽ OET എഴുതിയിട്ടുള്ളവർക്ക് അറിയാം, അവിടെ കുറേ ഇൻസ്ട്രക്ഷൻസ് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഡോറയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് അമ്മയുടെ രൂപമായിരുന്നു. കൃപാസന മാതാവിൻ്റെ രൂപമാണ് ഞാൻ അവിടെ കണ്ടത്. അങ്ങനെ ഞാൻ സ്പീക്കിംഗ് അറ്റൻഡ് ചെയ്തു. പക്ഷേ ഞാൻ ആദ്യത്തെ പ്രാവശ്യം OET എഴുതിയപ്പോൾ ഇതിലും കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ സ്പീക്കിംഗ് ചെയ്തതാണ്. അന്ന് എനിക്ക് ക്ലിയർ ആയില്ല. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊന്നും അറിയില്ല, ഞാനൊന്നും പറഞ്ഞിട്ടുമില്ല, അമ്മയ്ക്ക് അറിയാം ഞാൻ എന്താ പറഞ്ഞതെന്ന്, എനിക്ക് എക്സാം ക്ലിയർ ആക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ റിസൾട്ട് വന്നപ്പോൾ എൻ്റെ എക്സാം ക്ലിയറായി, ഞാൻ സ്പീക്കിംഗ് പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് വലിയ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ദുബായിൽ 4 വർഷം ജോലി ചെയ്ത ഒരാളാണ്. അപ്പോൾ ന്യൂസിലാൻഡിൻ്റെ പ്രോസസ്സിംഗ് ചെയ്യാനായിട്ട് അവിടുത്തെ ക്ലിയറൻസ് വേണം. അങ്ങനെ കൊറോണ വന്ന കാരണം നമുക്ക് അവിടെ പോയി ഡയറക്റ്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാം ഓൺലൈനിൽ ചെയ്തു. ഓൺലൈൻ ചെയ്ത് 10 ദിവസത്തിനുള്ളിൽ അവരുടെ ക്ലിയറൻസ് കിട്ടേണ്ടതാണ്. അവർ ക്ലിയറൻസ് വരുമ്പോൾ അവർക്ക് ഡയറക്റ്റ് ന്യൂസിലാൻഡ് എംബസിയിലോട്ടും പോവും, എനിക്കും വരും. എനിക്ക് മെയിൽ കിട്ടി. പക്ഷേ ന്യൂസിലാൻഡിന് അവർ വിളിച്ച് ഏജൻസിയെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നു അവർക്കത് കാണാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ 15 ദിവസം കഴിഞ്ഞു, 20 ദിവസം കഴിഞ്ഞു വീണ്ടും ഞാൻ ഏജൻസിയിൽ കോൺടാക്റ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞു ചിലർക്ക് ഇങ്ങനെ വരാറുണ്ട്, അപ്പോൾ അതുകൊണ്ട് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് ദുബായിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹസ്ബൻഡിനോട് വരുമ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ഇനി നമ്മൾ അതിന് വേണ്ടി പൈസ മുടക്കണമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഒരു ദിവസം DHL ഓഫീസിലൊന്ന് പോയി നോക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അവിടെ പോയി. ഹസ്ബൻഡ് അവിടെ പോകുന്ന സമയത്ത് ഞാൻ ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ചിലരുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടുന്നത് ആമ നടക്കുന്ന വേഗത്തിലാണ്. പക്ഷെ അച്ഛൻ പറയുന്നുണ്ട് ഒരാൾ ആമയെ എടുത്തുകൊണ്ട് നടന്നാൽ എങ്ങനെ ഇരിക്കും, അതേപോലെ ചിലരുടെ നിയോഗങ്ങൾ സാധിക്കുമെന്ന് പറഞ്ഞു. ആ ഒരു സാക്ഷിയാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഞാനിത് സാക്ഷ്യം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഹസ്ബൻഡ് അവിടെ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഇത് ഡയറക്റ്റ് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഫോൺ വിളിച്ച് സംസാരിക്കൂ, നിങ്ങൾ ഫോൺ നമ്പർ തന്നിട്ട് പോകും, ഞങ്ങൾ സമയമുള്ളപ്പോൾ വിളിച്ചോളാം എന്ന് പറഞ്ഞു. ഹസ്ബൻഡ് അവിടുന്ന് DHL ഓഫീസിൽ നിന്ന് തിരിച്ചു പോന്നു. പോരുന്ന വഴിക്ക് ഹസ്ബൻഡിനെ അവർ വിളിച്ചപ്പോൾ ഹസ്ബൻഡിനോട് കാര്യം ചോദിച്ചു, ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പോൾ തന്നെ അവരത് വീണ്ടും അയച്ചു. അപ്പോൾ ഏജൻസിയിൽ നിന്ന് എൻ്റെ ഈ ധ്യാനം കൂടി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു, അവിടെ ന്യൂസിലാൻഡിൽ അവർക്കത് കിട്ടിയെന്നും പറഞ്ഞ് തന്നു. അങ്ങനെ പ്രോസസ്സിംഗ് എല്ലാം മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോൾ എൻ്റെ വിസ വന്നു. അത് ഞാനിത് 2 ആയിട്ടാണ് OET എഴുതിയത്. അപ്പോൾ ഈ വിസയുടെ പ്രോസസ്സിങ്ങിന് വച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു മിക്കവാറും ഇത് വിസ കിട്ടാൻ ചാൻസ് ഇല്ല, കാരണം നിങ്ങളുടെ ആദ്യം എഴുതിയ OET എക്സ്പയർ ആയിപ്പോയി. അപ്പോൾ അവിടെ എല്ലാ കോളേജുകളും ഒരേ ഒരു കോളേജിൽ മാത്രമാണ് ഈ 3 വർഷത്തെ OET അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അവിടെ അഡ്മിഷൻ കിട്ടാൻ ഒരു ചാൻസും ഇല്ല. അവിടെ ഓൾറെഡി എല്ലാം ഫുള്ളാണ്. ഇനി ജനുവരി ബാച്ചിലേക്ക് കിട്ടുമെന്നും അറിയില്ല. ഒത്തിരി വെയിറ്റിംഗ് ഇതേപോലെ തന്നെ ഉണ്ട്. അതുകൊണ്ട് കിട്ടാൻ ഒരു ചാൻസും ഇല്ല. നിങ്ങൾ ഒരു പ്രാവശ്യം കൂടെ OET എഴുതുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അമ്മയ്ക്ക് ഇഷ്ടമല്ലായിരിക്കും, ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നതല്ലായിരിക്കും അമ്മയുടെ തീരുമാനം, എന്നാൽ ഒന്നുകൂടി OET എഴുതാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഒരു ജോയിൻ ചെയ്തു കോഴ്സിന്. അങ്ങനെ ജോയിൻ ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മയുടെ താല്പര്യമാണ് ഇതെങ്കിൽ എനിക്കിത് അഡ്മിഷൻ കിട്ടണം, ഞാൻ ഈ OET വീണ്ടും എഴുതാതെ എനിക്ക് അഡ്മിഷൻ കിട്ടണം, ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവരെനിക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ ജാനുവരിയിലേക്ക് ഒരു കോളേജിലേക്ക് അഡ്മിഷൻ ഓക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും അവർക്ക് വിസയുടെ കാര്യത്തിൽ അവർ പറഞ്ഞു വിസ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കിട്ടാൻ ഉറപ്പൊന്നും ഇല്ല. അപ്പോഴും ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു, അമ്മ എൻ്റെ കൂടെ വരണം, എൻ്റെ പ്രോസസ്സിങ് അമ്മയായിട്ട് തുടങ്ങി വെച്ചതാണ്, ഞാൻ ന്യൂസിലാൻഡിൽ പോകുന്നുണ്ടെങ്കിൽ എനിക്ക് വിസ കിട്ടണം. അങ്ങനെ പറഞ്ഞു. ഈ ഡിസംബർ മാസം ആദ്യത്തെ ആഴ്ചയിൽ എനിക്ക് വിസ വന്നു. ഞാൻ നാളെ കഴിഞ്ഞ് ന്യൂസിലാൻഡിൽ പോവുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചെറുതും വലുതുമായിട്ട് ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കും 1000 നന്ദി. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ജെയ്മി വിനീഷ് എന്ന ഈ സഹോദരി അമ്മയോടൊപ്പം ചേർന്ന് പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ 2 ഗൗരവമുള്ള ജീവിതാനുഭവങ്ങൾക്ക് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തുന്നു. ആദ്യത്തത് അമ്മയ്ക്ക് വന്ന രോഗാവസ്ഥ അത് വളരെ കൂടുതലാവുകയും മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിലാവുകയും ചെയ്ത അവസരങ്ങൾ,
ആ നിമിഷങ്ങളിൽ ഉടമ്പടി കാശുരൂപം കയ്യിൽ കൊടുക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഡോക്ടർമാർ പോലും ഏതാണ്ട് ഉപേക്ഷിച്ചുവെന്ന രീതിയിൽ ആ രോഗാവസ്ഥയെ കാണുന്ന സമയങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ മാത്രം ജീവിതത്തെ കൊടുത്തുകൊണ്ട് അമ്മ മാതാവിന് അസാധ്യ കാര്യങ്ങൾ സാധിച്ചു തരുവാനുള്ള കൃപയുള്ളതുകൊണ്ട് പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി അമ്മയെ മാറ്റണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നിരന്തരം പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ ഈ മകൾ അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിനെയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നത് മൂന്നാമത്തെ വ്യക്തിയാണ് ഈ ദിവസം തന്നെ പറയുക. ഏതാണ്ട് മരണത്തിൻ്റെ വക്കിൽ നിന്നും തിരികെ ലഭിച്ച ജീവിതത്തിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് ഓരോരുത്തരും പറയുന്നുണ്ട്. ഡോക്ടർമാർ കൈയൊടിഞ്ഞു, ഡോക്ടർമാർക്കൊന്നും ചെയ്യുവാനില്ലെന്ന് പറഞ്ഞു, മരുന്നൊന്നും പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു, എല്ലാ ഇൻ്റർണൽ ഓർഗൻസും ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നെന്ന് പറയുന്നു. അങ്ങനെ നെഗറ്റീവ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ അമ്മ മാതാവിലുള്ള വിശ്വാസവും ആശ്രയത്വവും മാത്രം, ആ നേർച്ച വസ്തുക്കളുള്ള നല്ല ആഴപ്പെട്ട വിശ്വാസം മാത്രമാണ് ഓരോ രോഗിയെയും, ഗൗരവമുള്ള രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടി ഉടമ്പടി എടുത്തവർക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാനും പരിശുദ്ധമ്മയുടെ ഉടമ്പടി കാശുരൂപം കരങ്ങളിൽ ഏൽപ്പിച്ചും ആ കിടക്കയിൽ വെച്ചുകൊണ്ടും അമ്മ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ അധികാരമുള്ള അമ്മ, ഈ ലൈഫ് സ്പാൻ നീട്ടിത്തരുന്നതിന് വേണ്ടി, ആരോഗ്യം തിരികെ തരുന്നതിന് വേണ്ടി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുവാൻ ഓരോരുത്തരെയും സഹായിച്ചു തന്ന അത് തന്നെയാണ് ഈ കുടുംബവും സാക്ഷ്യപ്പെടുത്തുക. എല്ലാം അവസാനിക്കുന്നുവെന്ന് കരുതിയിടത്ത് നിന്ന് പരിശുദ്ധമ്മ മാതാവ് തിരികെ ജീവൻ ആരോഗ്യത്തോടെ നൽകിക്കൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള സാഹചര്യം ഈ അമ്മയ്ക്ക് ഒരുക്കി കൊടുത്തതിന് നന്ദിയോടുകൂടി സ്മരിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. രണ്ടാമത്തത് സഹോദരിയുടെ OET എക്സാമാണ്. 4 തവണ എഴുതിയിട്ടും സ്പീക്കിംഗ് പരാജയപ്പെട്ടത് മൂലം ന്യൂസിലൻഡിൽ പോകുവാനുള്ള പരിശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ട് മുന്നോട്ട് പോകുവാനാവാതെ കുഴങ്ങുമ്പോൾ അമ്മ മാതാവ് തന്നെയാണ് ഡിറക്ഷൻ കൊടുക്കുന്നത്. ഉടമ്പടി ജീവിതത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് ചില നേരങ്ങളിൽ ചില സന്ദേശങ്ങൾ കിട്ടുക, ആരെങ്കിലും നമുക്ക് ചില സംസാരം പറയുക, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചില നിർദ്ദേശങ്ങൾ ഇങ്ങനെ നമ്മളോട് പറയുന്നതായി നമുക്ക് അനുഭവപ്പെടുക. അവയോട് നമ്മൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത്, അവയെ മനസ്സിലാക്കുന്നത്, അവയെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് തീരുമാനമെടുക്കുന്നത്, അതാണ് ഉടമ്പടി ജീവിതത്തിൻ്റെ അനുഗ്രഹമായി എപ്പോഴും മാറുക. മോളോട് പറയുന്നുണ്ട് സ്പീക്കിംഗ് മാത്രമായി എഴുതുകയെന്ന. അങ്ങനെ അവൾ സ്പീക്കിംഗ് മാത്രമായി എഴുതുന്നു, അത് വിജയിക്കുന്നു. പിന്നീട് ന്യൂസിലൻഡ് പ്രോസസ്സിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴും പ്രതിസന്ധികൾ വന്ന് കയറുന്നുണ്ട്. 2 തരത്തിൽ. ഒന്ന്, അയച്ച ഡോക്യുമെൻറ്റ്സ് ഒന്നും അവർക്ക് കാണുവാൻ പറ്റുന്നില്ല. 2, ആദ്യം എഴുതിയ OETയുടെ ടൈം എക്സ്പയർ ചെയ്യാവുന്നു, അതുകൊണ്ട് പ്രവേശനം കിട്ടുമോ എന്നും പോകുവാൻ സാധിക്കുമോ എന്നും വീണ്ടും പണച്ചെലവേറുമോ എന്നും ഏറെ വിഷമിക്കുന്ന നാളുകൾ. അന്നും ആശ്രയമായിട്ട് പരിശുദ്ധമ്മ മാതാവിൻ്റെ തിരുനടയിലുള്ള പ്രാർത്ഥനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും മാത്രമെന്ന് ആവർത്തിച്ച സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുകയും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനത്തിൽ പങ്കുചേർന്ന് ആ ഓൺലൈനിൽ പങ്കുചേരുന്ന നിമിഷങ്ങളിൽ ഈ നിയോഗത്തെ പ്രത്യേകമായി സമർപ്പിക്കുമ്പോൾ എംബസി വരെ ചെല്ലുന്ന ഭർത്താവിനെ അവർ തിരികെ അയച്ചുവെങ്കിലും ആ ഫോൺ നമ്പർ വാങ്ങിയത് ഭർത്താവ് തിരികെ വാസസ്ഥലത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ വിളിച്ച് കാര്യം അന്വേഷിച്ച് അച്ഛൻ്റെ 1.5 മണിക്കൂറുള്ള ധ്യാനം തീരുന്നതിന് മുമ്പ് ന്യൂസിലൻഡിൽ എല്ലാ ഡോക്യുമെൻറ്റ്സും എത്തിയെന്ന സന്തോഷ വാർത്തയാണ് സഹോദരിക്ക് കൈമാറുന്നത്. പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മയെന്ന് നാം വെറുതെ പറയുന്നതല്ല, സഞ്ചാരി മാതാവെന്ന് നാം വെറുതെ പറയുന്നതല്ല. അത് വിശ്വാസത്തോടെ അറിഞ്ഞാഗ്രഹിച്ച അമ്മയുടെ സന്നിധിയിലേക്ക് ആ നിയോഗത്തോടു കൂടിയാണ് നിങ്ങൾ സമർപ്പിക്കുന്നതെങ്കിൽ ഏത് അസാധ്യമെന്ന് കരുതുന്ന കാര്യത്തെയും അമ്മ മാതാവ് തിരുക്കുമാറിന് കൊടുത്ത് നമുക്ക് അനുഗ്രഹത്തിനുള്ള വഴിയായി മാറ്റിത്തരും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരി ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുക. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.